നമസ്കാരം, എല്ലാവർക്കും മൈ മെന്റർ PSC സ്വാഗതം. നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് CPOയുടെ POQ സെഷൻസും അതുപോലെ തന്നെ മോഡൽ ക്വസ്റ്റ്യൻസുമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും അറിയാം, ഞങ്ങളിനി പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുള്ള നമ്മുടെ എല്ലാ പ്രീവിയസ് ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് യൂസ് ആയിട്ടുണ്ട്. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് സിവിൽ എക്സൈസ് ഓഫീസറിൻ്റെ എക്സാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഭയങ്കരമായിട്ടുള്ള റിവ്യൂസ് കിട്ടിയിട്ടുള്ള ഒരു എക്സാമാണ്. കാരണം നമ്മുടെ മുഴുവൻ മാർക്കും ഒറ്റ വീഡിയോയിലൂടെയൊക്കെയാണ് നിങ്ങൾക്ക് ലഭിച്ചത്. പ്രത്യേകിച്ച് ഞാൻ പറയുന്നില്ല. അപ്പോൾ നമ്മൾ ഇന്ന് മുതൽ നമ്മളൊരു പുതിയ പ്രയാണം ആരംഭിക്കുകയാണ്. എന്താണ്? CPOയുടെ, അതാ കണ്ടോ, CPOയുടെ മോഡൽ ക്വസ്റ്റ്യൻസ് പ്ലസ് എന്താണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്. ഓക്കെ, അപ്പോൾ അതിനു മുമ്പ് ഞങ്ങൾ എന്ത് ചെയ്യുന്നു, ഒരു കാര്യം കൂടെ നിങ്ങളെ പരിചയപ്പെടുത്താം. കാരണം നിങ്ങൾക്ക് എന്തായാലും യൂസ് ആവുന്ന കാര്യം മാത്രമേ ഞങ്ങൾ ചെയ്യാറുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മുടെ CPOയുടെ നമ്മുടെ ആപ്പിനകത്ത്, നമ്മുടെ മൈ മെന്റർ ആപ്പിനകത്ത് CPO 2025 ടെസ്റ്റ് സീരീസ് കൂടെ ആരംഭിച്ചിരിക്കുകയാണ്. CPO 2025 ടെസ്റ്റ് സീരീസ്. അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ ജൂൺ 1 മുതലാണ് നമ്മളിത് സ്റ്റാർട്ട് ചെയ്യുന്നത്. മാക്സിമം നിങ്ങളത് യൂട്ടിലൈസ് ചെയ്യണം. എന്താണ് ഇതിൻ്റെ പ്രത്യേകത? സ്പെഷ്യൽ ടോപ്പിക് എക്സാമുകളുണ്ട്. കാരണം എന്താണ്, എക്സാമുകൾ എഴുതിയാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമ്മുടെ കഴിവ് വർദ്ധിപ്പിക്കാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ടോപ്പിക് വൈസ് എക്സാംസ് ഉണ്ട്, SCRT എക്സാംസ് ഉണ്ട്, മോഡൽ എക്സാംസ് ഉണ്ട്, അതുപോലെ POQ എക്സാംസ് ഉണ്ട്. ഈ കോഴ്സ് എടുക്കുന്നവർക്ക് പ്രത്യേകത എന്താണ്? അതിനോടൊപ്പം റിവിഷൻ ക്ലാസ്സുകൾ കൂടെ സൗജന്യമായി ലഭിക്കും. കാരണം റിവിഷൻ ക്ലാസ്സുകളാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ യൂസ് ആവുന്നത്, അല്ലേ? നമുക്ക് കണ്ടൻറ്റ് പഠിച്ചതിന് ശേഷം നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യം റിവിഷൻ ക്ലാസ്സുകളാണ്. അപ്പോൾ മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക, ഈ അവസരം വിനിയോഗിക്കുക. നമുക്ക് സമയമില്ല, പഠിക്കാനുള്ള സമയമാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, നേരെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കുകയാണ്. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. നോക്കാം. നമ്മുടെ C ഒരു കുറ്റിക്കാടിൻ്റെ പിന്നിലാണെന്ന് Xനറിയാം. ഓക്കെ, ക്വസ്റ്റ്യൻ നല്ലവണ്ണം വായിക്കണം കേട്ടോ. ക്വസ്റ്റ്യൻ നല്ലവണ്ണം വായിച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് ആൻസർ പറയുന്നതിന് മുമ്പ് നിങ്ങൾ ആൻസറിലേക്ക് എത്തുക. ഓക്കെ, കാരണം നമുക്കറിയാം നമ്മുടെ എക്സൈസ് എക്സാം വളരെ എളുപ്പമായിരുന്നു എല്ലാവർക്കും. കാരണം നമ്മുടെ ഈ ഒരു സെഷൻ കാരണമാണ്. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ CPO സെഷൻ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക കേട്ടോ. അപ്പോൾ C ഒരു കുറ്റിക്കാടിൻ്റെ പിന്നിലാണെന്ന് Xനറിയാം. കാര്യം മനസ്സിലാക്കി പഠിക്കണേ. ഓക്കെ, അതിൽ Yക്ക് അതറിയില്ല. അപ്പോൾ C ഒരു കുറ്റിക്കാടിൻ്റെ പിന്നിലാണെന്ന് ആർക്കറിയാം? Xനറിയാം. ഉദാഹരണം എനിക്കറിയാമെന്ന് വിചാരിച്ചു, എനിക്കറിയാം. പക്ഷേ എൻ്റെ കൂടെ വന്ന എൻ്റെ സുഹൃത്തിന് അതറിയില്ല. ഓക്കെ, അതറിയില്ല. Xൻ്റെ പ്രേരണയാൽ Y കുറ്റിക്കാടിന് നേരെ വെടിവെക്കുന്നു. അപ്പോൾ ഞാൻ എൻ്റെ സുഹൃത്തിനോട് പറയുന്നത് എന്താണ്, നീ ആ കുറ്റിക്കാടിന് പുറകിൽ വെടിവെക്കൂ, അവിടെ ഏതോ ജീവി ഇരിക്കുന്നു അല്ലെങ്കിൽ മൃഗം ഇരിക്കുന്നു എന്ന് പറഞ്ഞ് അയാളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. എനിക്കറിയാം ആ കുറ്റിക്കാടിൻ്റെ പുറകിൽ എൻ്റെ ശത്രു ഇരിക്കുകയാണ്. അപ്പോൾ അയാളെ എനിക്ക് കൊല്ലണം. പക്ഷേ ഞാൻ നേരിട്ട് ചെയ്യാതെ എൻ്റെ സുഹൃത്തിനെ തെറ്റിദ്ധരിപ്പിച്ച് ചെയ്യുകയാണ്. കണ്ടോ, അവിടെ അങ്ങനെ C മരണപ്പെടുന്നു. കണ്ടോ, അങ്ങനെ C എന്ന് പറയുന്ന എൻ്റെ ശത്രുവായിട്ടുള്ള വ്യക്തി എൻ്റെ സുഹൃത്താൽ മരണപ്പെടുന്നു. അപ്പോൾ ഇവിടെ താഴെ പറയുന്നതിൽ ശരിയായ പ്രസ്താവന ഏത്? ഇവിടെ ആരാണ് കുറ്റക്കാരൻ? ഞാൻ അയാളെ ഒന്നും ചെയ്തില്ല, പക്ഷേ എൻ്റെ പ്രേരണയാൽ മറ്റേ ആൾ കാരണം അയാൾ മരിക്കുന്നു. ഇവിടെ എന്താണ് കുറ്റം എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, XY രണ്ടുപേരും കൊലപാതക കുറ്റം നടത്തിയിരിക്കുന്നു. ഓക്കെ, B X കുറ്റകരമായ നരഹത്യ നടത്തുകയും Y നിരപരാധിയുമാണ്. C XY രണ്ടുപേരും കൊലപാതകമാകാത്ത കുറ്റകരമായ നരഹത്യ നടത്തിയിരിക്കുന്നു. ഓപ്ഷൻ D മേൽ പറഞ്ഞ ഒന്നുമില്ല. നമുക്ക് നോക്കാം. ഇവിടെ ഞാനാണ് കുറ്റക്കാരൻ, അല്ലേ? കാരണം എന്താ, ഈ എൻ്റെ സുഹൃത്തെന്ന് പറയുന്ന ആൾ ഉണ്ടോ, അവിടെ അയാൾക്കൊന്നും അറിയില്ല. അവിടെ അയാൾ തെറ്റിദ്ധരിക്കപ്പെട്ട് ആണ് എന്ത് ചെയ്തത്, ആ കുറ്റം ചെയ്തെങ്കിൽ അയാൾ കുറ്റക്കാരനല്ല. ഇവിടെ ഞാനാണ് കുറ്റക്കാരൻ. അപ്പോൾ കണ്ടോ, X കുറ്റകരമായ നരഹത്യ നടത്തുകയും, X എന്ന് വെച്ചാൽ X ആണല്ലോ പ്രേരിപ്പിച്ചത്. അപ്പോൾ അയാൾ നടത്തിയതെന്നാണ് കുറ്റകരമായ നരഹത്യ. എന്നാൽ Y നിരപരാധിയുമാണ്. കാരണം എന്താ, ഞാൻ ചെയ്യിപ്പിച്ചാൽ നിരപരാധി. കാരണം അയാൾക്ക് ആ ഒരു മരണവുമായി യാതൊരു ബന്ധവുമില്ല, തെറ്റിദ്ധരിക്കപ്പെട്ട് ചെയ്തതാണ്. അപ്പോൾ ഇത് നമുക്കറിയാം സെക്ഷൻ 100 ആണ്, അല്ലേ? നമുക്കറിയാം 100, 101 എന്തൊക്കെയാണ്? നരഹത്യയും അതുപോലെ തന്നെ കൊലപാതകവുമാണ്. അപ്പോൾ ശിക്ഷ മറക്കരുത്. എന്തിൻ്റെ ശിക്ഷ കിട്ടും? കുറ്റകരമായ നരഹത്യക്കുള്ള ശിക്ഷ ആർക്ക് കിട്ടും? Xന് കിട്ടും. അപ്പോൾ ഓപ്ഷൻ B ആണ് ശരി ഉത്തരം. പഠിച്ചോളണേ, ഓപ്ഷൻ B ആണ് ശരി ഉത്തരം. ഓക്കെ, അപ്പോൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിക്കുക. എക്സ്പ്ലനേഷൻ അടുത്ത വീഡിയോയിലെങ്കിലും നിങ്ങൾക്ക് തരും. നിങ്ങൾക്ക് ഇപ്പോൾ ഈ വീഡിയോയിലുള്ള ഡൗട്ടുകൾ നിങ്ങൾക്കുണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിക്കാം കേട്ടോ. അപ്പോൾ ഡൗട്ട് ചോദിച്ചു കഴിഞ്ഞാൽ അടുത്ത വീഡിയോയിൽ വരുമ്പോൾ അതിൻ്റെ ഡൗട്ട് കൂടെ ക്ലിയർ ചെയ്ത് തരാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, വിനു കാരണം അരുൺ ഒരു കെട്ടിടത്തിനുള്ളിൽ എത്തുകയും, അപ്പോൾ വിനു അരുണിനെ ഒരു കെട്ടിടത്തിലെത്താൻ വേണ്ടി പ്രേരിപ്പിച്ചു. അരുണിന് യാതൊരു വിധത്തിലും പുറത്തു കടക്കാനാവാത്ത വിധത്തിൽ കെട്ടിടം പൂട്ടുകയും ചെയ്യുന്നു. താഴെ തന്നിരിക്കുന്നവയിൽ നിന്ന് തെറ്റായ പ്രസ്താവനകൾ കണ്ടെത്തുക. കണ്ടോ, അപ്പം വിനു കാരണം അരുൺ എന്ത് ചെയ്തു, ഒരു കെട്ടിടത്തിനുള്ളിലെത്തുന്നു. എന്നിട്ട് അരുണിന് യാതൊരു വിധത്തിലും പുറത്തു കടക്കാനാകാത്ത വിധത്തിൽ കെട്ടിടം പൂട്ടുകയാണ്. അയാൾ പുറത്തു പോകാൻ പറ്റാത്ത രീതിയിൽ പൂട്ടിയിട്ടു. അപ്പോൾ അവിടെ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, അയാളെ എന്ത് ചെയ്തു എന്ന് നോക്കിയേ. വിനു അരുണിനെ അന്യായമായി തടസ്സപ്പെടുത്തുന്നു എന്നാണോ? വിനു അരുണിനെ അന്യായമായി തടഞ്ഞു വെക്കുന്നു എന്നാണോ? വിനു അരുണിൻ്റെ യാത്ര പരിമിതപ്പെടുത്തുന്നതാണോ? അതുപോലെ വിനു അരുണിനെ നിയന്ത്രണപ്പെടുത്തുന്നതാണോ? നല്ലൊരു ക്വസ്റ്റ്യനാണ്, നിങ്ങൾ മനസ്സിലാക്കുക. ഉറപ്പായിട്ട് ഇവിടെ നിന്നൊരു ക്വസ്റ്റ്യൻ ചോദിക്കും. ഇത് BNS ഭാരതീയ ന്യായ സംഹിത
126, 127 എന്ന 2 സെക്ഷനാണ്. 126, 127 ഈ 2 സെക്ഷനിലുള്ള കാര്യമാണ്. അപ്പോൾ ആദ്യം നമുക്ക് നോക്കാം. വിനു അരുണിനെ അന്യായമായി തടഞ്ഞു വെക്കുകയാണ് ചെയ്തത്. തടസ്സപ്പെടുത്തുകയല്ല ചെയ്തത്, തടഞ്ഞു വെക്കുക. കാരണം പൂട്ടിയിട്ടു എന്ന് പറഞ്ഞാൽ നിങ്ങൾ എവിടെ കണ്ടാലും നിങ്ങൾ എഴുതുക തടഞ്ഞു വെക്കുക അല്ലെങ്കിൽ തടങ്കലിൽ വെക്കുക. ഇതിൻ്റെ മറ്റൊരു വാക്ക്, ഈ തടങ്കലിൽ വെക്കുക എന്നുള്ള മറ്റൊരു വാക്ക് പരിമിതപ്പെടുത്തുക എന്നാണ്. എന്താണ്? പരിമിതപ്പെടുത്തുക എന്നാണ്. അപ്പോൾ ഇവിടെ തെറ്റായത് ചോദിച്ചാൽ നമ്മൾ ഏതൊക്കെ ശരിയെന്ന് അറിയണ്ടേ? അപ്പോൾ ശരി ഏതൊക്കെയായിരുന്നു? ഇതും ശരിയായ സ്റ്റേറ്റ്മെൻ്റാണ്, ഇതും ശരിയായ സ്റ്റേറ്റ്മെൻ്റാണ്. മറ്റു 2 സ്റ്റേറ്റ്മെൻറ്റും തടസ്സപ്പെടുത്തുക എന്നാണ് അർത്ഥം. തടസ്സപ്പെടുത്തുകയുടെ മറ്റൊരു വാക്ക് എന്താണ്? നിയന്ത്രണപ്പെടുത്തുക എന്നാണ്. ചോദിച്ചിട്ടുണ്ട് 2 പ്രാവശ്യം, പ്രീവിയസ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ തടസ്സപ്പെടുത്തുക എന്നൊക്കെ ഒരു വഴി തടസ്സപ്പെടുത്തുകയാണ്. തടങ്കലിൽ വെക്കുക എന്ന് വെച്ചാൽ ഒരാളെ മുറിയിലേക്ക് പൂട്ടിയിടുക എന്നാണ് അർത്ഥം. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ത് വരും? നമുക്ക് ഓപ്ഷൻ എ ആണ് ആൻസർ വരുന്നത്. എന്താണ്? 1ഉം 4ഉം തെറ്റ് എന്നാണ്. ക്വസ്റ്റ്യൻ മനസ്സിലാക്കി പഠിക്കണം. തെറ്റായതാണ് ചോദിച്ചേക്കുന്നത്. 1ഉം 4ഉം തെറ്റ്. ശരി ഏതാണ്? 2ഉം 3ഉം ശരി. ക്ലിയർ ആണോ? ക്ലിയർ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. അടുത്ത ക്വസ്റ്റ്യൻ. ആശ തൻ്റെ സുഹൃത്തായ ദിവ്യയുടെ മൊബൈൽ ഫോൺ തൻ്റേതാണെന്ന ധാരണയിൽ ദിവ്യയുടെ കൈവശത്തിൽ നിന്ന് എടുക്കുകയും, അപ്പോൾ ഒരാൾ എന്ത് ചെയ്യുന്നു? അറിയാതെ മറ്റൊരാളുടെ ഫോൺ എടുത്തു. അതൊരു കുറ്റമാണോ? അല്ല. എന്നാൽ അത് തൻ്റേതല്ല എന്ന ബോധ്യത്തോടെ സ്വന്തം ആവശ്യത്തിന് ആശ ഉപയോഗിക്കുകയും ചെയ്യുന്നു. താഴെ പറയുന്നതിൽ ശരിയായ പ്രസ്താവന. ഇവിടെ ചെയ്തിരിക്കുന്നത്, അറിയാതെ നമ്മളൊരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ, നമ്മൾ അറിയാതെ എടുത്തുപോയി, അതൊരു കുറ്റമല്ല. പക്ഷെ അറിഞ്ഞിട്ടും അത് തിരികെ കൊടുക്കാനുള്ള മനസ്സില്ല എങ്കിൽ ഇവിടെ ഏത് കുറ്റം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ആശ മോഷണം നടത്തിയിരിക്കുന്നു എന്ന് പറയാമോ? അതുപോലെ ആശ കുറ്റകരമായ വിശ്വാസ ലംഘനം നടത്തിയിരിക്കുന്നു. ആശ നേരുകേടായ ദുർവിനിയോഗത്തിന് ശിക്ഷിക്കപ്പെടും. ആശയ്ക്ക് കുറഞ്ഞത് 6 മാസം തടവ് ലഭിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ ഒന്ന് നോക്കാം. എന്താണ്, ഏത് കുറ്റമാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്? അല്ലെ, താഴെ പറഞ്ഞതിൽ ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അവിടെ ശരിയായ പ്രസ്താവന ഏതൊക്കെയാണ്? 3ഉം 2ഉം 3ഉമാണ്. ഓക്കെ, അല്ല നോക്കി, ഓപ്ഷൻ ബി ആണ്. ഞാൻ ടിക്ക് ഇടാം. ഓക്കെ, ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. അപ്പോൾ ഏതൊക്കെയാണ് ശരി? മോഷണം നടത്തിയിട്ടില്ല. മോഷണം നടത്തിയിരിക്കുന്നു. മോഷണം അല്ലല്ലോ, കാരണം എടുത്ത സമയത്ത് ആശയ്ക്ക് അത് അറിയാമായിരുന്നു, അറിയില്ല, അതുകൊണ്ട് മോഷണമല്ല. 2, ആശ കുറ്റകരമായ വിശ്വാസ ലംഘനം നടത്തിയിരിക്കുന്നു എന്ന് പറയാൻ വേണ്ടി മറ്റേ ആൾ വിശ്വസിച്ച് ഏൽപ്പിച്ചതല്ലല്ലോ മൊബൈൽ ഫോൺ, അപ്പം അല്ല. അടുത്ത, ആശ നേരുകേടായ ദുർവിനിയോഗത്തിന് ശിക്ഷിക്കപ്പെടും. അപ്പം അത് ശരിയാണ്, ദുർവിനിയോഗമാണ് ചെയ്തിരിക്കുന്നത്. കാരണം എന്താ? തൻ്റേതല്ലാത്തൊരു വസ്തു എടുത്തു കഴിഞ്ഞാൽ എന്താകും? അത് ദുർവിനിയോഗം. തൻ്റേതല്ലാത്ത വസ്തു അറിഞ്ഞിട്ടും എടുത്തിട്ട് തിരികെ കൊടുത്തില്ലെങ്കിൽ ഏതൊരു ക്വസ്റ്റ്യനിലും അങ്ങനെയാണെങ്കിൽ ആൻസർ ദുർവിനിയോഗമാണ്. ഉദാഹരണം, പേഴ്സ് താഴെ വീഴുക, അതിൽ നിന്ന് പണം എടുക്കുക, അങ്ങനെയൊക്കെ ക്വസ്റ്റ്യനൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതാണ് ദുർവിനിയോഗമാണ്. ഇവിടെ കുറഞ്ഞത് 6 മാസം തടവ് ലഭിക്കും. ശരി തന്നെയാണ്. അപ്പോൾ ആൻസർ ഏതാണ്? ബി ആണ് ആൻസർ. 3ഉം 4ഉം ശരി എന്നാണ് ആൻസർ. ക്ലിയർ ആണോ? അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കുറ്റകരമായ വിശ്വാസ ലംഘനവും അറിയുക, കുറ്റകരമായ നേരുകേടായ എന്താണ് വസ്തുക്കളുടെ നേരുകേടായ ദുർവിനിയോഗവും. അപ്പോൾ ഇത് നന്നായിട്ട് മനസ്സിലാക്കണം. ഈ ഒരു ക്വസ്റ്റ്യൻ നന്നായിട്ട് മനസ്സിലാക്കണം. അടുത്ത ക്വസ്റ്റ്യൻ, എ ബിയുടെ വീട്ടിൽ മോഷണത്തിന് കയറുന്നു. അപ്പോൾ എ എന്ത് ചെയ്തു? ബിയുടെ വീട്ടിൽ മോഷ്ടിക്കാൻ വേണ്ടി കയറി. മനസ്സിലാക്കണം കേട്ടോ ക്വസ്റ്റ്യൻ. എന്നിട്ട് തടയുവാൻ ശ്രമിച്ച ബിയെ എ ആക്രമിക്കുന്നു. അത് തടയുവാൻ ശ്രമിച്ച ബിയെ എ എന്ത് ചെയ്യുന്നു? ആക്രമിക്കുന്നു. അപ്പോൾ ബി സ്വയരക്ഷാർത്ഥം എയെ തള്ളി മാറ്റുകയും എ വീഴുകയും തലയ്ക്ക് പൊട്ടലുണ്ടാവുകയും ചെയ്യുന്നു. താഴെ പറഞ്ഞ പോലെ ശരിയായ പ്രസ്താവന. അപ്പോൾ എ ബിയുടെ വീട്ടിൽ, ഇവിടെ കള്ളൻ ആരാണ്? എ ആണ്. എ ആണ് മോഷ്ടിക്കാൻ വേണ്ടി വീട്ടിൽ കയറി. ഇത് കണ്ടോ, മോഷണത്തിന് വേണ്ടി ബിയുടെ വീട്ടിൽ കയറി. തടയുവാൻ ശ്രമിച്ച ബി എന്ത് ചെയ്തു? എ മോഷ്ടിക്കാതിരിക്കാൻ വേണ്ടി തടയാൻ വന്നു. തടയാൻ വന്നപ്പോൾ ആക്രമിക്കുന്നു. ആരാക്രമിക്കുന്നു? എ ആക്രമിക്കുന്നു. അപ്പോൾ അവിടെ എന്ത് സംഭവിച്ചു? അപ്പോൾ ബി സ്വയരക്ഷാർത്ഥം എയെ തള്ളി മാറ്റുന്നു. സ്വയരക്ഷ ഉണ്ടല്ലോ, കാരണം രക്ഷയ്ക്കായി തള്ളി മാറ്റുന്നു. തള്ളി മാറ്റിയപ്പോൾ എ താഴെ വീണ് തല പൊട്ടുകയുണ്ടായി. ഇവിടെ നടന്നത് എന്താണ് കുറ്റം എന്നാണ്, എന്താണ് പ്രസ്താവന? ബി കുറ്റക്കാരനല്ല എന്നൊരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. ബി കുറ്റക്കാരനാണോ? അല്ല. കാരണം എന്തുകൊണ്ടാണ്? നമ്മുടെ വീട്ടിൽ ഒരാൾ നമ്മളെ ആക്രമിക്കാൻ വരുമ്പോൾ നമുക്ക് സ്വയരക്ഷാർത്ഥം ചെയ്യാം. സ്വയരക്ഷാവകാശം നമുക്കുണ്ട്. സ്വയരക്ഷാവകാശത്തെ പറ്റി പറയുന്ന സെക്ഷൻ ഏതാണ്? സ്വയരക്ഷാവകാശത്തെ പറ്റി പറയുന്ന സെക്ഷൻ ഏതാണ്? 34 സ്വയരക്ഷാവകാശം. 34 എന്താണ് സ്വയരക്ഷാവകാശം? സ്വയരക്ഷാവകാശത്തിൻ്റെ പരിധിയിൽ വരുന്ന യാതൊന്നും കുറ്റമാകുന്നതല്ല എന്ന സ്റ്റേറ്റ്മെൻറ്റ് മനസ്സിൽ കുറിച്ചിട്ടുള്ളൂ. സ്വയരക്ഷാവകാശത്തിൻ്റെ പരിധിയിൽ വരുന്ന യാതൊന്നും കുറ്റമാകുന്നതല്ല എന്നുള്ള കാര്യം മനസ്സിൽ കുറിച്ചിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ 34 അവിടെ ആദ്യം നമുക്ക് ശരിയെന്ന് കണ്ടെത്താം. ബി കുറ്റക്കാരനല്ല. കറക്റ്റ് അല്ലേ? കാരണം ഉടമസ്ഥൻ, വീട്ടിൻ്റെ ഉടമസ്ഥൻ കുറ്റക്കാരനല്ല.
എ കവർച്ച ചെയ്തിരിക്കുന്നു. ശരിയല്ലേ? ശരിയല്ലേ? ശരിയാണ്, കവർച്ച ചെയ്തിരിക്കുന്നു. കാരണം എന്താ? മോഷ്ടിക്കാൻ വേണ്ടി വന്നിട്ട് മറ്റേ ആളിനെ ഉപദ്രവിച്ചു. നമുക്കറിയാം മോഷണം എപ്പോൾ കവർച്ചയാകും. 303 BNSലെ 303 മോഷണം, BNSലെ 309 കവർച്ച. മോഷണം എപ്പോൾ കവർച്ചയാകും? മോഷ്ടിക്കാൻ വരുമ്പോഴോ മോഷണം മുതൽ കൊണ്ടുപോകാൻ ശ്രമിക്കുമ്പോഴോ ആരെയെങ്കിലും ഉപദ്രവിക്കാൻ വേണ്ടി പോവുകയോ നേർക്ക് നേർ നിന്ന് ഭയപ്പെടുത്തുകയോ ചെയ്താൽ അതാണ് കവർച്ച എന്ന് നിങ്ങൾ അറിയുക. അപ്പോൾ അറിയുക എ കവർച്ച ചെയ്തിരിക്കുന്നു, ബി കുറ്റക്കാരനല്ല. ബി 3 വർഷത്തെ തടവിന് ബാധ്യസ്ഥനാണ്. എങ്ങനെ ബി 3 വർഷത്തിന് തടവിന് ബാധ്യസ്ഥനാകും? കാരണം എന്താണ്? ബി കുറ്റം ചെയ്തിട്ടില്ലല്ലോ, പിന്നെ എങ്ങനെ തടവ് കിട്ടും? എ കുറ്റക്കാരനല്ലേ? ആണല്ലോ. എന്തുകൊണ്ടാ? മറ്റൊരാളുടെ വീട്ടിൽ കയറിയില്ലേ? അപ്പോൾ ഇവിടെ ശരിയായ പ്രസ്താവനകൾ 1ഉം 2ഉമാണ്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. മനസ്സിലായില്ലേ? അപ്പോൾ ശരി ഉത്തരം ഏതാണ്? ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. 1, 2. ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ടെസ്റ്റ് സീരീസ് ബാച്ചിലെ ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, നമ്മുടെ ടെസ്റ്റ് സീരീസ് ബാച്ചിനെ കുറിച്ച് പറഞ്ഞല്ലോ, അതിൽ കൃത്യമായിട്ട് എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അത് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. മോഡൽ ക്വസ്റ്റ്യൻസ് ഇഷ്ടം പോലെ നിങ്ങൾക്ക് എത്തും. അപ്പോൾ അത് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. കൂട്ടായ്മ കവർച്ചയെ പറ്റിയുള്ള ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? നമുക്കറിയാം കവർച്ച 309 ആണ്, കൂട്ടായ്മ കവർച്ച 310 ആണ്. ഇതുവരെയും പഠിക്കാത്തവർ എത്രയും വേഗം കോഴ്സ് എടുത്ത് പഠിച്ചുകൊള്ളുക. ഞങ്ങളുടെ കോഴ്സ് എടുത്ത് ആ കണ്ടന്റ് പഠിച്ചിട്ടേ ഇത് നോക്കാവൂ. കണ്ടന്റ് പഠിക്കാതെ നോക്കിയാൽ ഒന്നും മനസ്സിലാവില്ല. കണ്ടന്റ് പഠിച്ചിട്ട് ഇങ്ങോട്ടേക്ക് വരിക കേട്ടോ. അപ്പോൾ 309 കവർച്ച അല്ലെങ്കിൽ റോബറി, 310 കൂട്ടായ്മ കവർച്ച അല്ലെങ്കിൽ ഡെക്കോയിറ്റി എന്ന് പറയും. കൂട്ടായ്മ കവർച്ചയുടെ ഇംഗ്ലീഷ് എന്താണ്? ഡെക്കോയിറ്റി എന്ന് പറയും. ഡെക്കോയിറ്റി. ഈ ഡെക്കോയിറ്റിയുടെ വീണ്ടും ഒരു വാക്കുണ്ട്. അതിൻ്റെ മലയാളം തീവെട്ടിക്കൊള്ള എന്ന് പറയും. കൊള്ള എന്ന് പറഞ്ഞാൽ റോബറി ആണെങ്കിൽ തീവെട്ടിക്കൊള്ള എന്നാൽ കൂട്ടായ്മ കവർച്ചയുടെ പേരാണ്. കൂട്ടക്കവർച്ച എന്നും പറയും. ഓക്കെ, ഡെക്കോയിറ്റി. അപ്പോൾ ഒന്നിൽ കൂടുതൽ ആളുകൾ കൂട്ടായി നടത്തുന്ന കവർച്ചയാണ് കൂട്ടായ്മ കവർച്ച എന്ന് പറയുന്നുണ്ട്. ഇതിന് ലഭിക്കാവുന്ന ഉയർന്ന ശിക്ഷ ജീവപര്യന്തമാണെന്ന് പറയുന്നുണ്ട്. കൂട്ടായ്മ കവർച്ച സംഘത്തിലെ നേതാവിന് ഏറ്റവും ഉയർന്ന ശിക്ഷ ലഭിക്കുമെന്ന് പറയുന്നുണ്ട്. 5ഓ അതിലധികമോ ആളുകൾ കൂട്ടായി നടത്തുന്ന കവർച്ചയാണ് ഇതെന്നും പറയുന്നുണ്ട്. പല ഉത്തരങ്ങൾ പറയുന്നുണ്ട്. ഇതിൽ ശരിയായ പ്രസ്താവനയാണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത്. ഇതിൽ ശരിയായ പ്രസ്താവന എന്ന് പറഞ്ഞാൽ 4ആണ് ശരി. എന്താണ് 4? 5ഓ അതിലധികമോ ആളുകൾ കൂട്ടായി നടത്തുന്നതാണ് കൂട്ടായ്മ കവർച്ച. ക്ലിയർ ആണോ? 5ഓ അതിലധികമോ ആളുകൾ നടത്തുന്നതിനാണ് എന്ത് പറയുന്നത്? കൂട്ടായ്മ കവർച്ച എന്ന് പറയുന്നത്. കറക്റ്റ് ആണല്ലേ? കറക്റ്റ്. ഇതിൻ്റെ ഏറ്റവും ഉയർന്ന ശിക്ഷ ജീവപര്യന്തം തന്നെയാണ്. ശരി തന്നെയാണ്, ജീവപര്യന്തം തന്നെയാണ് കൂട്ടായ്മ കവർച്ചയുടെ. ഓക്കെ, പിന്നെ അതിനിടയിൽ ഉപദ്രവിക്കുകയൊക്കെ ചെയ്താൽ അതിനനുസരിച്ച് ശിക്ഷ മാറും. പക്ഷെ ഇവിടെ ഉയർന്ന ശിക്ഷ ജീവപര്യന്തം. ഓക്കെ, അപ്പോൾ ബാക്കി കൂട്ടായ്മ കവർച്ച സംഘത്തിലെ നേതാവിനൊന്നുമില്ല. എന്താ അവിടെ നേതാവെന്നൊന്നുമില്ല. ആ 5ഓ അതിലധികമോ ആളുകൾ എത്ര പേരുണ്ടെങ്കിലും മുഴുവൻ പേർക്കും തുല്യ ശിക്ഷ കിട്ടും. കാരണം എന്താ? അതിൽ ഒരാളൊരു കുറ്റം ചെയ്താലും ആ കൂട്ടത്തിൽപ്പെടുന്ന എല്ലാവർക്കും ഒരേ ശിക്ഷയാണ്. എല്ലാവരും അതിൽ ശിക്ഷാർഹരുമാണ്. ഇത് 3/5 നിങ്ങൾ BNSൽ 3/5 ഒന്ന് വായിച്ചു നോക്കുക. 3/5 കൃത്യമായിട്ട് അത് വിവരിച്ചിട്ടുണ്ട്. 3/5 വിവരിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ ഓർമ്മിക്കുക 5ഓ അധികം ആളുകൾ. ഓക്കെ, അപ്പോൾ ശരി ഉത്തരം ഏതാണ്? ഓപ്ഷൻ ബി ആണെന്ന് അറിയിക്കുക. ഓക്കെ, ഇത് തെറ്റാണ്. ഇത് തെറ്റായ പ്രസ്താവന. ഒന്നിൽ കൂടുതൽ ആളുകളല്ല, അതുപോലെ നേതാവുമല്ല. അപ്പോൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇത് കവർച്ചയുടെയും കൂട്ടായ്മ കവർച്ചയുടെയും ഒരു കാര്യമാണെന്ന് അറിയുക. ഇനി ഒരു കാര്യം കൂടെ, ഈ കവർച്ച നടത്തുമ്പോൾ ഏതൊരു കവർച്ചയും ഞാനത് വ്യക്തമായിട്ട് പറഞ്ഞുതരാം. മോഷണവും കവർച്ചയുമായിട്ടുള്ള വ്യത്യാസം ചോദിച്ചാൽ, മോഷണം എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി എന്ത് ചെയ്യുന്നു? അയാൾ അറിയാതെ അയാളുടെ വസ്തുക്കൾ എടുക്കാൻ വരുന്നതിനാണ് മോഷണം. അയാളെ ഉപദ്രവിക്കാതെ എടുക്കുന്നതാണ് മോഷണം. അയാളെ അറിയാതെ കൊണ്ടുപോകുന്നതാണ് മോഷണം. പക്ഷേ കവർച്ചയാകുമ്പോൾ അയാൾ അറിയുന്നു, അയാളെ ഉപദ്രവിക്കുന്നു, അയാളെ നേർക്ക് നേർ നിന്ന് വാങ്ങിയെടുക്കുന്നു, നേർക്ക് നേർ നിൽക്കുന്നു. അതാണ് കവർച്ച. ഓക്കെ, അടുത്ത ഇനി അപഹരണമുണ്ട് കേട്ടോ. അപഹരണം എന്ന് പറഞ്ഞാൽ എന്താണ്? അപഹരണം അല്ലെങ്കിൽ എക്സ്റ്റോർഷൻ എന്ന് പറയും. 308 പറയും. 308 എക്സ്റ്റോർഷൻ അല്ലെങ്കിൽ അപഹരണം എന്ന് ചോദിച്ചാൽ അവിടുത്തെ ആൻസർ എന്താണെന്ന് ചോദിച്ചാൽ കൃത്യമായിട്ട് പഠിക്കുക. അത് ഭയമാണ്. അവിടെ ഉപദ്രവമില്ല. ഫോണിലൂടെയോ ഇലക്ട്രോണിക്സ് രൂപത്തിലോ ഒരാളെ തട്ടിക്കൊണ്ടുപോയി ഭയപ്പെടുത്തി ബ്ലാക്ക് മെയിൽ ചെയ്ത് വാങ്ങുന്നതാണ് അപഹരണം എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. എക്സിൻ്റെ പ്രണയം നിരസിച്ചതിന് ഒയ്യുടെ മുഖത്തേക്ക് വീര്യം കൂടിയ ആസിഡ് എറിയുന്നു. തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ കണ്ടെത്തുക.
എക്സിൻ്റെ പ്രണയം നിരസിച്ചതിന് എന്ത് ചെയ്യുന്നു? എക്സ് എന്ത് ചെയ്യുന്നു? മറ്റ് ഒയ് എന്ന് പറഞ്ഞ ആളുടെ നേരത്തേക്ക് എന്ത് ചെയ്യുന്നു? ആസിഡ് എറിയുന്നു. ഇവിടുത്തെ ശരിയായവ കണ്ടെത്തുക എന്നാണ്. ശരിയായവ കണ്ടെത്തുക. എക്സിന് കുറഞ്ഞത് 5 വർഷം തടവ് ലഭിക്കുന്നു. എക്സ് ഒയ്യോട് കഠിനമായ ദേഹോപദ്രവം ഏൽപ്പിക്കുന്നു. എക്സ് ഒയ്യോട് സ്വേച്ഛയാ കഠിനമായ ദേഹോപദ്രവം ഏൽപ്പിക്കുന്നു. മേൽപ്പറഞ്ഞവയെല്ലാം ശരിയാണെന്നുള്ള ഓപ്ഷൻ. നമുക്കിത് ആസിഡ് ആക്രമണവുമായി ബന്ധപ്പെട്ട ഒരു സെക്ഷനാണ്. ആസിഡ് ആക്രമണം. ഓക്കെ, അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ ഇത് സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമം എന്ന് പറയുന്ന സെക്ഷനകത്തുകൂടെ ഉൾപ്പെടുന്ന ഒരു സെക്ഷനാണ് ആസിഡ് ആക്രമണം. നമ്മൾ 124 നമ്മൾ ആസിഡ് ആക്രമണം വരുന്നത്. BNS 124 നന്നായിട്ട് പഠിച്ചോളുക. BNS 124 അതിൽ ഒന്നാമത്തതുണ്ട്, രണ്ടാമത്തതുണ്ട്. BNS 1ഉണ്ട്, 2ഉണ്ട്, 124 1ഉണ്ട്, 2ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് നോക്കാം. ആസിഡ് ആക്രമണത്തെ പറ്റി പറയുന്ന സെക്ഷനാണ് ഏത്? 124 എന്നറിയുക. ഓക്കെ, അപ്പോൾ അവിടെ നമ്മൾ നോക്കേണ്ടത് ശിക്ഷ എന്ന് പറഞ്ഞാൽ 10 വർഷത്തിൽ കുറയാത്തതും ജീവപര്യന്തം വരെ ആകാവുന്നതുമായ തടവും പിഴയുമാണ്. ഓക്കെ, കഠിന തടവും പിഴയുണ്ടാവും. എന്നാൽ ഇതിനകത്ത് 124 പറയുന്നത് ആസിഡ് ആക്രമണത്തിൻ്റെ ശ്രമമാണ്. അത് 5 മുതൽ 7 വർഷവും വരെയാണ്. മറ്റേത് 10 മുതൽ ജീവപര്യന്തമാണെങ്കിൽ ഇത് 5 മുതൽ 7 വർഷം വരെയാണെന്ന് അറിയുക. ഓക്കെ, പക്ഷേ ഇവിടെ ചോദിച്ചിരുന്നത് ആസിഡ് എറിഞ്ഞു എന്നാണ് പറയുന്നത്. ആസിഡ് എറിഞ്ഞു കഴിഞ്ഞു എങ്കിൽ ഇവിടെ കുറഞ്ഞത് 5 വർഷം അല്ലല്ലോ. എറിയാൻ ശ്രമിച്ചാലാണ് കുറഞ്ഞത് 5 വർഷം. അപ്പോൾ എന്താണ്? തെറ്റാണ്. ഇനി എക്സ് ഒയ്യോട് കഠിനമായ ദേഹോപദ്രവം ഏൽപ്പിക്കുന്നു. കുഴപ്പമില്ല. പക്ഷേ നമുക്ക് കുറച്ചുകൂടെ ആപ്റ്റായിട്ട് നമുക്ക് എന്തെടുക്കാം? എക്സ് ഒയ്യോട് സ്വേച്ഛയാ കഠിനമായ ദേഹോപദ്രവം ഏൽപ്പിക്കും. ഇതല്ലേ കറക്റ്റ് ആൻസർ? സ്വേച്ഛയ എന്ന് പറഞ്ഞാൽ അറിയാതെ ആസിഡ് വന്ന് വീണതല്ലല്ലോ. അറിയാതെ ആസിഡ് വീണാൽ കഠിനമായ ദേഹോപദ്രവം എന്ന് പറയാം. പക്ഷേ സ്വേച്ഛയാ ഒഴിച്ചതല്ലേ. അപ്പോൾ അവിടെ കിട്ടിയുണ്ടോ 10 ജീവപര്യന്തം കിട്ടാവുന്ന ശിക്ഷയാണെന്നറിയുക. അപ്പോൾ എക്സ് ഒയ്യോട് സ്വേച്ഛയാ കഠിനമായ ദേഹോപദ്രവം ഏൽപ്പിക്കുന്നു. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, സിയുടെ നേരെ മുഷ്ടി കുലുക്കുന്നത് വഴി താൻ സിയെ അടിക്കുവാൻ പോവുകയാണെന്ന് സിയെ വിശ്വസിപ്പിച്ചുകൊണ്ട് എക്സ് സിക്ക് നേരെ മുഷ്ടി കുലുക്കുന്നു. ഇവിടെ എക്സ് നടത്തിയ കുറ്റം എന്താണ്? അതായത് ഒരാൾ മറ്റേ ആളിനെ അടിക്കുവാൻ പോകുന്നത് മുഷ്ടി കുലുക്കൊണ്ട് കൈയൊക്കെ മുറുക്കിക്കൊണ്ട് ഇടിക്കാൻ വേണ്ടി പോവുകയാണ്. ഇവിടെ നടന്ന കുറ്റം എന്തെന്നാണ് ചോദിച്ചത്. നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. ഞാൻ പറയുന്നത് മനസ്സിലാക്കിയിട്ടേ ഇത് കാണാവൂ കേട്ടോ. നിങ്ങൾ അതിന് കണ്ടന്റ് പഠിച്ചിട്ട് വരണമെന്ന് പറയുന്നത്. BNS 129 ആൻഡ് BNS 130 നമ്മൾ പഠിക്കണം. BNS 129 ആൻഡ് BNS 130 നമ്മൾ പഠിക്കണം. 129 അവിടെ നിൽക്കട്ടെ. 130 നമുക്ക് നോക്കാം. കയ്യേറ്റം എന്നാൽ എന്ത്? കുട്ടികളെ ശ്രദ്ധിച്ച് പഠിക്കുക. കയ്യേറ്റം എന്നാൽ ഒരാളിൻ്റെ ശരീരത്തിൽ തൊടണമെന്ന് യാതൊരു നിർബന്ധവുമില്ല, അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യുന്നതിനാണ് കയ്യേറ്റം എന്ന് പറയുന്നത്. മനസ്സിലാക്കിക്കൊള്ളണം. ഇനി സംശയം വരരുത്. കയ്യേറ്റം എന്ന് പറഞ്ഞാൽ ഒരാളിൻ്റെ നേരെ നമ്മൾ ആക്രോശിച്ചുകൊണ്ട് പോകുന്നു. അയാളെ ഭയപ്പെടുക. ഇപ്പോൾ നിങ്ങൾ നേരെ കൈ കൊണ്ട് വരികയാണ് അല്ലേ? അങ്ങനെ വരികയാണെങ്കിൽ അതെന്താണ്? അത് കയ്യേറ്റം. നിങ്ങളെ ഇടിക്കണമെന്നില്ല, നിങ്ങളെ ഭയപ്പെടുത്തുകയാണ്. ഞാൻ നിങ്ങളെ എന്തോ ചെയ്യാൻ വരുന്നു എന്ന് പറഞ്ഞ് ഭയപ്പെടുത്തുന്നതാണ് കയ്യേറ്റം. ഉദാഹരണം, ഞാനൊരു നായയെ അഴിച്ചുവിടാൻ പോകുന്നു എന്ന് പറഞ്ഞ് നിങ്ങളെ ഭയപ്പെടുത്തിയാൽ അത് കയ്യേറ്റമാണ്. ഞാൻ നിങ്ങളെ കൊല്ലാൻ വേണ്ടി തോക്കെടുക്കുന്നു എന്ന് പറയുന്നത് കയ്യേറ്റമാണ്. വെടിവെക്കണ്ട. മനസ്സിലായോ? അപ്പോൾ ഇവിടെ ചെയ്തിരിക്കുന്നത് കണ്ടോ? മുഷ്ടി കുലുക്കുന്നത് വഴി ചെയ്യാൻ പോകുന്നത് കയ്യേറ്റമല്ലേ? കാരണം വിശ്വസിപ്പിച്ചുകൊണ്ട് എക്സ് മുഷ്ടി കുലുക്കുന്നു. അവിടെ വേറെ ഒന്നും ചെയ്യില്ല, ഇടിച്ചൊന്നുമില്ല. അപ്പോൾ അത് 130 പ്രകാരം BNS 130 പ്രകാരം കയ്യേറ്റമാണ്. എന്നാൽ 129 കുറ്റകരമായ ബലപ്രയോഗമാണ്. ഈ കയ്യേറ്റം ബലപ്രയോഗമാകുന്ന എപ്പോഴാണ്? അവരുടെ ശരീരത്തിലേക്ക് തൊടുകയോ അല്ലെങ്കിൽ തൊടാതെ തന്നെ ബലപ്രയോഗമാക്കാം. എങ്ങനെയാണ്? ഉദാഹരണം, നമ്മൾ എന്ത് ചെയ്യുന്നു? അവരെ ഓടാൻ പ്രേരിപ്പിക്കുക, അല്ലെങ്കിൽ നമ്മൾ അവരുടെ വണ്ടിയുടെ ബ്രേക്ക് അഴിച്ചു വിട്ട് അവരെ നീങ്ങാൻ അനുവദിക്കുക, അവരൊരു വള്ളത്തിലോ ബോട്ടിലോ വഞ്ചിയിലോ ഇരിക്കുമ്പോൾ അതിൻ്റെ കെട്ടഴിച്ചു വിടുക. അങ്ങനെയൊക്കെ ചെയ്താൽ അത് ബലപ്രയോഗമാണ്. മനസ്സിലായോ? അപ്പോൾ ബലപ്രയോഗം എന്ന് പറഞ്ഞാൽ എന്താണെന്നും കയ്യേറ്റം എന്താണെന്നും മനസ്സിലാക്കുക. ക്ലിയർ ആണോ? അപ്പോൾ ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. എന്താണ്? എക്സ് സിക്ക് നേരെ കയ്യേറ്റം നടത്തിയിരിക്കുന്നു. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. കയ്യേറ്റമല്ലേ, ഇവിടെ സ്പർശിക്കാതെ തന്നെ ഭയപ്പെടുത്തിയല്ലേ കയ്യേറ്റം നടത്തിയിരിക്കുന്നു. അടുത്തത്, എക്സ് സിയെ ആൾത്തിരക്കില്ലാത്ത റോഡിൽ വെച്ച് കാണുകയും തോക്ക് കാണിച്ച് സിയുടെ പേഴ്സ് ആവശ്യപ്പെടുകയും ചെയ്യുന്നു. തൽഫലമായി സി തൻ്റെ പേഴ്സ് വിട്ടുകൊടുക്കുന്നു. താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? അപ്പോൾ എക്സ് സിയെ എവിടെ കാണുന്നു? ആൾത്തിരക്കില്ലാത്ത റോഡിൽ വെച്ച് കാണുകയും തോക്ക് കാണിച്ച് സിയുടെ പേഴ്സ് ആവശ്യപ്പെടുകയും ചെയ്യുന്നു. തൽഫലമായി സി തൻ്റെ പേഴ്സ് വിട്ടുകൊടുക്കുന്നു. കണ്ടോ? തോക്ക് കാണിച്ച് പേഴ്സ് വാങ്ങിച്ചെടുത്തു.
ഇവിടെ നടന്ന കുറ്റം എന്തെന്നാണ് ചോദിച്ചത്. എക്സ് സിയുടെ പക്കൽ നിന്ന് പേഴ്സ് ഭയപ്പെടുത്തി അപഹരിച്ചുവെന്നും സിക്ക് താൻ ഉടനടി കൊല്ലപ്പെടുമെന്നുള്ള ഉളവാക്കി എക്സ് കവർച്ച നടത്തിയിരിക്കുന്നു, എക്സ് പിടിച്ചുപറി നടത്തിയിരിക്കുന്നു. അപ്പോൾ എന്തൊക്കെയാണ് ഇവിടെ നടത്തിയിരിക്കുന്നത് നോക്കാം. ഒന്ന്, ശരിയോ തെറ്റോ എന്ന് ആദ്യം നമുക്ക് കണ്ടെത്താം. ശരിയോ തെറ്റോ നമുക്ക് ആദ്യം കണ്ടെത്താം. ശരിയെന്ന് നോക്കാം. ഫസ്റ്റ് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. എക്സ് സിയുടെ പക്കൽ നിന്ന് പേഴ്സ് ഭയപ്പെടുത്തി അപഹരിച്ചു, ശരി തന്നെയാണ് അല്ലേ. 2, സിക്ക് താൻ ഉടനടി കൊല്ലപ്പെടുന്നുള്ള ഭയം ഉണ്ടാക്കി, അതും ശരിയാണ്. ഓക്കെ, പക്ഷേ എക്സ് ആൾക്ക് ഒരു കാര്യം ഇവിടെ ശ്രദ്ധിക്കണം. കാണിച്ച് സിയുടെ പേഴ്സ് ആവശ്യപ്പെടുകയും ചെയ്യുന്നു, തൽഫലമായി സി പേഴ്സ് വിട്ടുകൊടുക്കുന്നു. ഇത് യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ഇത് അപഹരണം മാത്രമല്ല, ഇത് കവർച്ച കൂടെയാണ്. ഉണ്ടോ? എക്സ് കവർച്ച നടത്തിയിരിക്കുന്നു, മനസ്സിലായോ? അപ്പം നിങ്ങൾ ചോദിക്കും ഇതെന്താ അപഹരണം കവർച്ചയായെന്ന് ചോദിച്ചാൽ ഈ അപഹരണമാണ് ഭയപ്പെടുത്തി, ഉപദ്രവിച്ചില്ല, വാങ്ങിച്ചു. പക്ഷെ നേർക്ക് നേർ നിന്നുള്ള അപഹരണം എന്താകാം? കവർച്ചയാവും. ഞാൻ പറഞ്ഞു, നേർക്ക് നേർ നമ്മളെ തൽഫലമായി ഒരാളിന് മരണഭയം ഉണ്ടാക്കാൻ നേർക്ക് നേർ ഉടനടി മരണഭയം ഉണ്ടാക്കുമെന്നുള്ള ഭയം എപ്പോൾ ഉണ്ടായാലും അത് കവർച്ചയാണെന്ന് അറിയുക. അപ്പോൾ അപഹരണം ഉണ്ടാക്കി ഭയപ്പെടുത്തി, അത് കഴിഞ്ഞ് ഉടനടി കൊല്ലപ്പെടുമെന്നുള്ള ഭയം ഉണ്ടാക്കി, അപ്പോൾ അവിടെ എന്തുണ്ടാക്കി? കവർച്ചയുണ്ടാക്കി. ഇനി എക്സ് പിടിച്ചു പറയല്ല. പിടിച്ചു പറയില്ല, എന്തില്ല? ഭീഷണിയില്ല, കൊല്ലുമെന്നുള്ള കാര്യമില്ല. പിടിച്ചു പറയുന്ന പെട്ടെന്ന് നമ്മുടെ മാല പൊട്ടിച്ചുകൊണ്ട് പോവുക, പെട്ടെന്ന് കയ്യിലിരിക്കുന്ന ബാഗ് വാങ്ങിച്ചുകൊണ്ട് പോവുക, അതൊക്കെയാണ് പിടിച്ചു പറയിൽ വരുന്നത്. അപ്പോൾ 1, 2, 3 ശരിയെന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക് സംശയം ചിലപ്പോൾ വരാം. അതിന് നിങ്ങൾ സംശയമുള്ളത് ഞാൻ പറഞ്ഞല്ലോ കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതി. അടുത്ത ക്ലാസ്സിൽ ആ സംശയം കൂടെ ക്ലിയർ ചെയ്ത് നമ്മൾ പോവാം. നമ്മൾ റിവിഷൻ ക്ലാസ്സാണ് നടക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ സംശയം കൂടെ എന്ത് ചെയ്യും? നമ്മളത് ക്ലിയർ ചെയ്യും. ഓക്കെ, അപ്പോൾ സംശയം ഇട്ടിരുന്നാൽ മതി, ആ സംശയം നമ്മൾ ക്ലിയർ ചെയ്യാം. അടുത്ത ക്വസ്റ്റിലേക്ക് പോകുന്നു. BNSSലോട്ട് പോകുന്നു. അപ്പോൾ നമ്മൾ BNSലാണ് കുറച്ച് നേരം നിന്നത്. ഇനി BNSSലേക്ക് പോവുകയാണ്. ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത എന്ന പോർഷനിലേക്ക് പോവുകയാണ്. BNSS പ്രകാരം തെറ്റായ പ്രസ്താവനകൾ ഏതെല്ലാമെന്നാണ്. നമുക്കറിയാം BNSS എന്ന് വന്നുവെന്നും BNS വന്നുവെന്നും BSA വന്നു എന്നൊക്കെ നമുക്കറിയാം. തെറ്റായ പ്രസ്താവന എന്ന് പറഞ്ഞാൽ കൊഗ്നൈസബിൾ കേസിനെ കുറിച്ചോ നോൺ കൊഗ്നൈസബിൾ കേസിനെ കുറിച്ചോ പോലീസിന് വിവരം ലഭിച്ചാൽ ആ വ്യക്തിയുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തേണ്ടതാണ് എന്നാണ് പറഞ്ഞത്. അവിടെ ശ്രദ്ധിക്കണം. നമ്മളെപ്പോഴും പറഞ്ഞു കൊഗ്നൈസബിൾ കേസിനെ കുറിച്ചും നോൺ കൊഗ്നൈസബിൾ കേസിനെ കുറിച്ചും പറഞ്ഞപ്പോൾ എന്താണ് കൊഗ്നൈസബിൾ കേസും നോൺ കൊഗ്നൈസബിൾ കേസും നിങ്ങൾ ആദ്യം പറയേണ്ടത് BNSSലെ പട്ടിക 1 പ്രകാരം എന്ന് പറയണം. എന്താണ് BNSSലെ പട്ടിക 1 പ്രകാരം? അതായത് ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിതയിലെ ഷെഡ്യൂൾ 1 നിങ്ങൾ നോക്കിയാൽ ഏതൊരു കേസും കൊഗ്നൈസബിൾ ആണോ അല്ലയോ എന്ന് കൃത്യമായിട്ട് നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. അപ്പോൾ അതിനകത്ത് കൊഗ്നൈസബിൾ കേസാണെങ്കിൽ പ്രത്യേകത എന്താണ്? അത് പോലീസിന് എന്തില്ലാതെ അറസ്റ്റ് ചെയ്യാം? ആ വാറണ്ട് ഇല്ലാതെ ഒരാളെ അറസ്റ്റ് ചെയ്യാൻ പറ്റും. പോലീസിന് കൊഗ്നൈസബിൾ കേസാണെങ്കിൽ ഒരാളെ എന്തില്ലാതെ അറസ്റ്റ് ചെയ്യാം? വാറണ്ട് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാം. പക്ഷേ നോൺ കൊഗ്നൈസബിൾ കേസാണെങ്കിൽ പോലീസിന് അയാളെ എങ്ങനെ അറസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ? വാറണ്ടോടുകൂടി മാത്രമേ അറസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇത്രയും ഓക്കെയാണ്. അതുമാത്രമല്ല കൊഗ്നൈസബിൾ കേസിലാണെങ്കിൽ പോലീസിന് യാതൊരു മാനദണ്ഡവും പാലിക്കാതെ, ഞാൻ പറയുന്ന ഓരോ പോയിന്റും ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങളത് പോയിന്റ് കുറിച്ചെടുത്ത് പഠിക്കണം, വെറുതെ കേട്ടുകൊണ്ടിരിക്കരുത്. കൊഗ്നൈസബിൾ കേസിൽ ഞാൻ പറഞ്ഞു പോലീസിന് വാറണ്ട് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാൻ പറഞ്ഞാൽ അതുപോലെ FIR ഇടാം. കൊഗ്നൈസബിൾ കേസിൽ FIR ഇടാൻ സാധിക്കും പോലീസിന് മജിസ്ട്രേറ്റിനോട് ചോദിക്കാതെ തന്നെ. പക്ഷേ നോൺ കൊഗ്നൈസബിൾ കേസാണെങ്കിൽ മജിസ്ട്രേറ്റിൻ്റെ അനുമതിയോടുകൂടി മാത്രമേ ഓരോ കാര്യങ്ങൾക്കും മുന്നോട്ട് പോകാൻ പറ്റൂ. അപ്പോൾ ഫസ്റ്റ് സെൻറ്റൻസ് നമുക്ക് നോക്കാം. കൊഗ്നൈസബിൾ കേസിനെ കുറിച്ചോ നോൺ കൊഗ്നൈസബിൾ കേസിനെ കുറിച്ചോ പോലീസിന് വിവരം ലഭിച്ചാൽ ആ വ്യക്തിയുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തേണ്ടതാണ്. ആ വ്യക്തിയുടെ മൊഴി പോലീസ് രേഖപ്പെടുത്താൻ പറ്റില്ല. കൊഗ്നൈസബിൾ കേസിൽ വിവരമാണെങ്കിൽ രേഖപ്പെടുത്താൻ, നോൺ കൊഗ്നൈസബിൾ രേഖപ്പെടുത്താൻ പറ്റില്ല എന്നറിയുക. ഓക്കെ ആണോ? അപ്പോൾ തെറ്റായ പ്രസ്താവനയാണ് ചോദിച്ചത്. അപ്പോൾ ഇത് തെറ്റാണ് കേട്ടോ. എന്തുകൊണ്ട് തെറ്റായെന്നുള്ളത് മനസ്സിലായോ? ഞാൻ അതാണ് ആദ്യമേ പറഞ്ഞത്. വെറുതെ ഞാൻ വായിച്ചു പോവുകയല്ല, എക്സ്പ്ലെയിൻ ചെയ്ത് പോവുകയാണ്. പോലീസ് രേഖപ്പെടുത്തിയ വിവരത്തിൻ്റെ ഒരു പകർപ്പ് വിവരം നൽകുന്നയാളിന് നിശ്ചിത തുക നൽകി കൈപ്പറ്റാവുന്നതാണ്. അങ്ങനെയല്ലല്ലോ. പോലീസ് രേഖപ്പെടുത്തിയ മൊഴി, ഇപ്പോൾ അയാളുടെ മൊഴിയൊക്കെ രേഖപ്പെടുത്തും, FIR എന്തോ ആയിക്കോട്ടെ, അത് സൗജന്യമായി നൽകണമെന്നാണ് പറഞ്ഞത്. അതായത് നിശ്ചിത തുക വാങ്ങി നൽകണമെന്ന് ഒരിടത്തും പറഞ്ഞിട്ടില്ല. അതും തെറ്റായ പ്രസ്താവനയാണ്. ഒരു കേസ് 2 അതിലധികമോ കുറ്റങ്ങൾ സംബന്ധിക്കുന്നതും അവയിൽ 2 കൊഗ്നൈസബിൾ ആയാൽ ആ കേസ് കൊഗ്നൈസബിളായി കരുതാവുന്നതാണ്. നമ്മൾ പറഞ്ഞു പോലീസിന് മൊഴിയെടുക്കാം, എന്തും ചെയ്യാം കൊഗ്നൈസബിൾ കേസിൽ മാത്രമല്ല ഒരു കേസ് 1-ലധികം കേസ് കുറ്റങ്ങളുമായി ബന്ധപ്പെട്ട് കണക്ട് ചെയ്തിരിക്കുകയാണെങ്കിൽ എന്താ പറഞ്ഞ അവിടെ? ആ കേസിൽ 1 കൊഗ്നൈസബിൾ ആയാൽ 5 സെക്ഷൻ ഇടാം. 5 സെക്ഷനിൽ 4 നോൺ കൊഗ്നൈസബിളും 1 കൊഗ്നൈസബിൾ ആയാൽ പോലീസിന് കംപ്ലീറ്റും കൊഗ്നൈസബിൾ പോലെ തന്നെ എടുക്കാം.
ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? രണ്ടെണ്ണമെങ്കിലും കോഗ്നൈസബിൾ ആയാൽ, അങ്ങനെയല്ല, ഒരെണ്ണമെങ്കിലും കോഗ്നൈസബിൾ ആയാൽ പോലീസിന് കംപ്ലീറ്റ് ആധിപത്യം ആ കേസിലുണ്ടാകും. അത് മജിസ്ട്രേറ്റിനോട് ചോദിക്കാതെ തന്നെ പോലീസിന് എന്ത് ചെയ്യാം? FIR ഇട്ട് അന്വേഷണം നടത്താമെന്ന് പറയുന്നു. അപ്പോൾ അവിടെ ഓർമ്മിക്കേണ്ടത് എന്താണ്? ഇതും തെറ്റായ പ്രസ്താവനയാണെന്ന് അറിയാം. അപ്പോൾ ഫസ്റ്റ് പ്രസ്താവന തെറ്റാണ്, സെക്കൻഡ് പ്രസ്താവന തെറ്റാണ്, തേർഡ് പ്രസ്താവനയും തെറ്റാണ്. നാലാമത്തെ നോക്കാം. BNSലെ 63, അത് 63 നമുക്കറിയാം. BNSൽ 63 ബലാത്സംഗം പ്രകാരമുള്ള ഒരു കുറ്റത്തെക്കുറിച്ചുള്ള വിവരം കുറ്റത്തിനിരയായ സ്ത്രീ നൽകുമ്പോൾ അപ്രകാരം വിവരം രേഖപ്പെടുത്തുന്നതിന് വീഡിയോയിൽ ചിത്രീകരിക്കാൻ പാടുള്ളതല്ല. അപ്പോൾ ഈ ഇരയായ സ്ത്രീ മൊഴി നൽകുമ്പോൾ അത് ഓഡിയോ വീഡിയോ ചിത്രീകരിക്കാൻ പാടുള്ളതല്ല എന്നും പറയുന്നുണ്ട്. പാടുള്ളതല്ല എന്നല്ല, റെക്കോർഡ് ചെയ്യാം. ഇരയായ സ്ത്രീയുടെ സ്റ്റേറ്റ്മെൻറ്റ് ഓഡിയോ വീഡിയോയിലൂടെ എന്തും ചെയ്യാം, റെക്കോർഡും ചെയ്യാം. അതും തെറ്റായ പ്രസ്താവനയാണ്. അപ്പോൾ ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. 1, 2, 3, 4 മാത്രമെന്ന് വെച്ചാൽ എല്ലാം തെറ്റാണ്. നിങ്ങൾ മനസ്സിലായിക്കോ? കാര്യം മനസ്സിലായോ? ഇത് ഓരോ സെൻറ്റൻസും അർത്ഥത്തോടെ മനസ്സിലാക്കി പഠിച്ചു, കണ്ടന്റ് പഠിച്ചിട്ട് വന്ന് കാണുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. 2000 രൂപയ്ക്ക് ഡിയുടെ മേൽ എക്സ് വ്യവഹാരപ്പെടുകയും ഈ തുകയ്ക്ക് തൻ്റെ കണക്ക് ബുക്കുകളിലെ ഉൾക്കുറിപ്പുകൾ ഡി കാണിക്കുന്നു. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിക്കുക. ഇത് ഭാരതീയ സാക്ഷ്യ അധീനിയം, അതായത് നമുക്കറിയാം ഇന്ത്യൻ എവിഡൻസ് ആക്ടിന് പകരം വന്ന നിയമമാണ് BSA, ഭാരതീയ സാക്ഷ്യ അധീനിയം. അപ്പോൾ ഈ BSA പ്രകാരം എന്താണ് ഇവിടെ പറഞ്ഞതെന്ന് ചോദിച്ചാൽ 2000 രൂപയ്ക്ക് ഡിയുടെ മേൽ എക്സ് വ്യവഹാരപ്പെടുകയും, കണ്ടോ, ഡിയുടെ മേൽ എക്സ് വ്യവഹാരപ്പെടുകയും ഈ തുകയ്ക്ക് തൻ്റെ കണക്ക് ബുക്കുകളിലെ ഉൾക്കുറിപ്പുകൾ ഡി കാണിക്കുന്നു. എക്സ് താഴെ നൽകുന്നു. അതായത് ഒരാൾ എനിക്ക് 2000 രൂപ തരാനുണ്ട് എന്ന് മറ്റൊരാൾ പറയുന്നു. മനസ്സിലായോ? അതും തൻ്റെ കണക്ക് ബുക്കിനെയാണ് തെളിവായി കാണിക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, മറ്റ് തെളിവുകളൊന്നും ഇല്ലാതെ സ്വന്തം ബുക്കിൽ ഒരാൾ 2000 രൂപ തരാനുണ്ടെന്ന് എഴുതി വെച്ചിട്ട് അത് കോടതിയിൽ കൊണ്ട് കാണിച്ചാൽ അത് എത്രത്തോളം തെളിവ് അല്ലേ ഫലപ്രദമാകും എന്ന് നമുക്ക് കണ്ടറിയണം. നോക്കാം. ഇത് ഏതെന്ന് ചോദിച്ചാൽ BSAയിലെ സെക്ഷൻ 28 എടുത്ത് വെച്ച് നിങ്ങളൊന്ന് പഠിക്കണം കേട്ടോ. BSAയിലെ ഏതാണ്? സെക്ഷൻ 28, ഭാരതീയ സാക്ഷ്യ അധീനിയത്തിലെ സെക്ഷൻ 28 നിങ്ങൾ പഠിക്കുക. എന്താണ് അവിടെ പറയുന്നത്? ഈ ഉൾക്കുറിപ്പുകൾ BSA പ്രകാരം പ്രസക്ത വസ്തുതകളായി കണക്കാക്കാൻ കഴിയില്ല. ഈ ഉൾക്കുറിപ്പുകൾ BSA പ്രകാരം പ്രസക്ത വസ്തുതകളായി കഴിയില്ല. 2, ഈ ഉൾക്കുറിപ്പുകൾ എന്താണ് മാത്രം ഉപയോഗിച്ച് കടബാധ്യത തെളിയിക്കാനാകും. സ്വന്തം ബുക്കിൽ ഒരു കുറിപ്പ് എഴുതി വെച്ചേക്കണം, എനിക്ക് ഇത്ര രൂപ ഒരാൾ തരാനുണ്ടെന്ന് എഴുതി വെച്ചതിന് ശേഷം ഇത് മാത്രം വെച്ച് തെളിവായിട്ട് കണക്ക് ബുക്കിൽ തെളിവായിട്ട് എടുക്കാൻ പറ്റുമെന്ന് ചോദിക്കുന്നത്. ഈ ഉൾക്കുറിപ്പുകൾ പ്രസക്തമാണ്, എന്നാൽ മറ്റു തെളിവുകളില്ലാതെ കടം തെളിയിക്കുന്നതിന് മതിയാകുന്നില്ല. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്കൊന്ന് നോക്കാം. ഇതിലേത് മാത്രം ശരിയെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, ഈ ഉൾക്കുറിപ്പുകൾ BSA പ്രകാരം പ്രസക്ത വസ്തുതകളായി കണക്കാക്കാൻ കഴിയില്ല. ഈ ഉൾക്കുറിപ്പുകൾ BSA പ്രകാരം പ്രസക്ത വസ്തുതകളായി കണക്കാക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ കഴിയും. ഈ ഉൾക്കുറിപ്പുകൾ തെളിവാക്കി എടുക്കും, വസ്തുതകളായി എടുക്കും. അപ്പോൾ ഈ പ്രസ്താവന തെറ്റാണ്. മനസ്സിലായില്ല? ഇത് തെളിവായി എടുക്കും, പക്ഷെ പൂർണ്ണമായി ഇത് മാത്രം വെച്ച് തെളിയിക്കാൻ പറ്റില്ല എന്നേ ഉള്ളൂ. ഈ ഉൾക്കുറിപ്പുകൾ മാത്രം ഉപയോഗിച്ച് കടബാധ്യത തെളിയിക്കാനാകും എന്ന് പറയുന്നു. അതും തെറ്റായ പ്രസ്താവനയാണ് അല്ലേ? ഇത് മാത്രം പറ്റില്ല. ഇനി ഈ ഉൾക്കുറിപ്പുകൾ പ്രസക്തമാണ്, എന്നാൽ മറ്റു തെളിവുകളില്ലാതെ കടം തെളിയിക്കുന്നതിന് മതിയാകുന്നില്ല. ഇതാണ് കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ മനസ്സിലാകുക, നമ്മളൊരു ബുക്കിൽ എന്തെങ്കിലും എഴുതി വെച്ചിട്ട് അത് മാത്രം വെച്ച് തെളിയിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ മറ്റേ ആൾ ഒപ്പെങ്കിലും അതിനകത്തിടണം. ഓക്കെ, അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നന്നായിട്ട് പഠിച്ചു. സെക്ഷൻ 28 പറഞ്ഞതാണ്. ഈ BSA ആണ്, ഭാരതീയ സാക്ഷ്യ അധീനിയം. അപ്പോൾ ആൻസർ ഏതാണ്? സി ആണ് ആൻസർ. 3 മാത്രം ശരി എന്നുള്ളത് എടുത്തോളുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. താഴെ പറയുന്നവയിൽ മോഷണവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയല്ലാത്ത പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? മോഷണവുമായി ബന്ധപ്പെട്ട്. അപ്പോൾ ആദ്യം, ഏതെങ്കിലും ആളുടെ കൈവശത്ത് നിന്നും ആ ആളുടെ സമ്മതം കൂടാതെ ഏതെങ്കിലും ജംഗമ വസ്തു നേരുകേടായി എടുക്കാനുള്ള ശ്രമം മോഷണമല്ല. അപ്പോൾ അവിടെ നമുക്ക് ഇതിൽ ചോദിച്ചേക്കുന്നത് പ്രസ്താവന ശരിയല്ലാത്ത പ്രസ്താവനയാണ്. അപ്പോൾ തെറ്റായ പ്രസ്താവന ഏതൊക്കെയെന്ന് നമുക്ക് നോക്കാം. ഏതൊക്കെയാണ്? 1ഉം 3ഉമാണ് ഇതിൽ തെറ്റ് വരുന്നത്. 1ഉം 3ഉം തെറ്റ്, 2ഉം 4ഉം ശരി. അതെങ്ങനെ നമുക്ക് നോക്കണമല്ലോ. 1ഉം 3ഉം തെറ്റ്, 2ഉം 4ഉം ശരി. 1 തെറ്റ്, 3 തെറ്റ്, 2 ശരി, 4 ശരി. എങ്ങനെ നോക്കാം? ഫസ്റ്റ് ഞാൻ പറഞ്ഞു, ഏതെങ്കിലും ആളുടെ കൈവശത്ത് നിന്ന് ആളുടെ
സമ്മതം കൂടാതെ ഏതെങ്കിലും ജംഗമ വസ്തു നേരുകയുടെ എടുക്കാനുള്ള ശ്രമം മോഷണമല്ല എന്നല്ല, മോഷണമാണ്. കാരണം ജംഗമ വസ്തു മാത്രമേ മോഷ്ടിക്കാൻ പറ്റുള്ളൂ. ജംഗമ വസ്തു എന്തെന്ന് പറഞ്ഞാൽ മൂവബിൾ പ്രോപ്പർട്ടി എന്നാണ്. ജംഗമ വസ്തു എന്ന് പറഞ്ഞാൽ മൂവബിൾ പ്രോപ്പർട്ടി, എടുത്തു കൊണ്ടുപോകാൻ പറ്റുന്ന വസ്തുക്കളിലേ മോഷ്ടിക്കാൻ പറ്റുള്ളൂ. രാത്രി വന്നൊരു കള്ളന് രാത്രി വന്ന് വീടെടുത്തുകൊണ്ട് പോകാൻ പറ്റൂ, അത് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി. ഒരു മരം അങ്ങനെ എടുത്തുകൊണ്ട് പോകാൻ പറ്റും, മുറിച്ചെടുത്തുകൊണ്ട് പോകാം. അപ്പോൾ അത് എന്ത് വസ്തുവായി? ഒരു മരത്തിനെ മുറിച്ചെടുക്കുമ്പോൾ അത് ആദ്യം സ്ഥാവര വസ്തുവായിരുന്നു, എന്ന് വെച്ചാൽ എന്താണ്? ഇമ്മൂവബിൾ പ്രോപ്പർട്ടി. അതിനെ മുറിച്ചിടുമ്പോൾ എന്തായി മാറി? ജംഗമ വസ്തുവായില്ലേ? ഒരു വീടിനെ എടുത്തുകൊണ്ട് പോകാൻ പറ്റില്ല, വീടിൻ്റെ പാർട്സ് ആയിട്ട് മുറിച്ചുകൊണ്ട് പോകാൻ പറ്റില്ലേ? അതെന്തായി? ജംഗമ വസ്തുവായില്ലേ? അപ്പോൾ മോഷണത്തിന് ജംഗമ വസ്തു മാത്രമേ വിധേയമാവുകയുള്ളൂ. ശരിയാണോ തെറ്റാണോ? ശരിയാണ്. പക്ഷെ ഇവിടെ എഴുതിക്കുന്നത് മോഷണമല്ല എന്നല്ല, മോഷണമാണെന്ന്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. ഏതെങ്കിലും ഒരു ജന്തുവിനെയോ ആ ജന്തു വഴി മറ്റേതെങ്കിലും വസ്തുവിനെയോ നീക്കുന്നത് മോഷണമാണ്. ശരി തന്നെയാണ്. ഒരു ജന്തുവിനെ മോഷ്ടിക്കാൻ വേണ്ടി, ഉദാഹരണം ഒരു നായ്ക്കുട്ടിയെ നമുക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു, ഒരു വീട്ടിലെ നായ്ക്കുട്ടി, അതിനെ നമ്മൾ എടുത്തുകൊണ്ട് പോകുന്നില്ല, പകരം ആ നായ്ക്കുട്ടിക്ക് ഇഷ്ടപ്പെട്ടൊരു ഫുഡ് നമ്മൾ കാണിച്ചു കൊടുക്കുന്നു, അതിന് കൊതിയുളവാകുന്നൊരു ഫുഡ് കാണിച്ചു കൊടുത്ത് നമ്മളിങ്ങനെ ഓടുമ്പോൾ നായ്ക്കുട്ടി എന്ത് ചെയ്യുന്നു? നമ്മുടെ പുറകെ അതിൻ്റെ മണം വെച്ചിട്ട് വരുന്നു. അത് നമ്മൾ ചെയ്തിരിക്കുന്ന മോഷണമാണ്. കാരണം നമ്മൾ അതിനെ അവിടെ നിന്ന് നീക്കം ചെയ്യാൻ വേണ്ടി ചെയ്ത പ്രവൃത്തി മോഷണമാണ്. മനസ്സിലായോ? അല്ലെ എടുത്തുകൊണ്ട് പോകണം തന്നെ വേണ്ട. അപ്പോൾ അത് ശരിയാണ്. അടുത്ത സ്റ്റേറ്റ്മെൻറ്റ്, ഒരു സാധനം നീക്കുന്നതിലൂടെ തടസ്സം മാറ്റുന്നത് മോഷണമല്ല. ഞാൻ പറഞ്ഞു തടസ്സം മാറ്റുന്നത് മോഷണമല്ല എന്നാണ്. തടസ്സം മാറ്റുന്നത് മോഷണമാണ്. ഉദാഹരണം ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ നിങ്ങളൊരു വീടിനകത്ത് കയറാൻ പോവുകയാണ്, വീടിനകത്ത് കയറാൻ പറ്റിയില്ല, നിങ്ങൾ ആ വീടിൻ്റെ ജനലിനെ അടിച്ച് പൊട്ടിക്കുമല്ലോ, അത് തടസ്സമല്ലേ? കതകിനെ അടിച്ച് പൊട്ടിക്കില്ലേ, അത് തടസ്സമല്ലേ? അപ്പോൾ ഏതെങ്കിലും ഒരു സാധനം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, എടുക്കാൻ പറ്റാതെ ഇരിക്കുന്ന സമയത്ത് നമ്മളതിൻ്റെ തടസ്സം നീക്കി അകത്ത് കയറുന്നത് മോഷണമാണ്. എടുത്തുകൊണ്ട് പോകണമെന്നില്ല, നമ്മൾ അതിൻ്റെ ശ്രമവും മോഷണമായിട്ട് കണക്കാക്കും. എന്താണ്? മോഷണമാണ്. അപ്പോൾ ഇതിൽ മോഷണമല്ലാന്ന് എഴുതിക്കൊണ്ടാണ് ആ സ്റ്റേറ്റ്മെൻറ്റ് എന്തായത്? തെറ്റായത്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ കുറിച്ച് വെച്ചോ. ഭൂബദ്ധമായിട്ടുള്ള ജംഗമ വസ്തു ഭൂമിയിൽ നിന്ന് വേർപെടുത്തിയാൽ മോഷണത്തിന് വിധേയമാക്കാം. ഈ ഭൂബദ്ധമായിട്ടുള്ള ജംഗമ വസ്തു എന്ന് പറഞ്ഞാൽ അത് ഭൂബദ്ധമായിരിക്കുന്നു, അവിടെ നിന്ന് വേർപെടുത്തിയാലുടൻ എന്ത് ചെയ്യാം? നമുക്ക് മോഷണത്തിന് വിധേയമാകാം. എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ ബന്ധിപ്പിച്ച് വെച്ചിട്ടുള്ളൊരു വസ്തുവാണ്, അതിനെ അവിടെ നിന്ന് വേർപെടുത്തിയാൽ ഉടനെ എന്തായി മാറും? ജംഗമ വസ്തുവായി മാറും. മനസ്സിലായോ? ഭൂബദ്ധമായിട്ടുള്ള ഒരു സ്ഥാവര വസ്തുവായിരുന്നു, അത് അവിടെ നിന്ന് വേർപെടുത്തിയപ്പോൾ എന്തായി മാറി? ജംഗമ വസ്തുവായി മാറി. നമുക്ക് എടുത്തുകൊണ്ട് പോകാൻ പറ്റുന്ന വസ്തുമായി അത് മോഷണത്തിന് വിധേയമാക്കാം. എങ്കിലല്ലേ എടുത്തുകൊണ്ട് പോകാൻ പറ്റുള്ളൂ. ഒരു മരത്തിന് മുഴുവൻ എടുത്തുകൊണ്ട് പോകാൻ പറ്റില്ല, നമുക്ക് മുറിച്ചെടുത്തുകൊണ്ട് പോകാം. അപ്പോൾ അതെന്താണ്? ശരി. അപ്പോൾ ശരി ഉത്തരം ഏതാണ്? ആൻസർ 2ഉം 4ഉം ശരി എന്നുള്ളൊരു ഓപ്ഷൻ വരും. ഓക്കെ, 2ഉം 4ഉം ശരി. ഇതാണ് 2ഉം 4ഉം ശരി, 1ഉം 3ഉം തെറ്റ് എന്നുള്ള ഓപ്ഷനിലാണ് വരുന്നത്. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. ഭയപ്പെടുത്തിയുള്ള അപഹരണത്തിൽ ജംഗമ വസ്തുക്കൾ മാത്രമേ ഉൾപ്പെടൂ. ഇവിടെ കണ്ടെത്തുന്ന ഈ പ്രസ്താവനകൾ ശരിയായവ കണ്ടെത്തുക എന്നാണ്. ശരിയായോ? ഭയപ്പെടുത്തിയുള്ള അപഹരണത്തിൽ ജംഗമ വസ്തുക്കൾ മാത്രമേ ഉൾപ്പെടൂ. അപഹരണം എന്ന് പറഞ്ഞാൽ ഭയപ്പെടുത്തുന്നതാണ്. അപ്പോൾ അവിടെ ജംഗമ വസ്തു മാത്രമല്ല, വീട് എഴുതി തരാൻ പറയാം, എന്തും വാങ്ങിക്കാം. ഭയപ്പെടുത്തി അപഹരിക്കുന്ന ബ്ലാക്ക് മെയിലിംഗ് ആണ്. അപ്പോൾ തീർച്ചയായിട്ടും ജംഗമ വസ്തു മാത്രമല്ല, സ്ഥാവര വസ്തു അവിടെ ഉൾപ്പെടും. അപ്പോൾ അവിടെ മൂവബിളും ഉണ്ടാകും, ഇമ്മൂവബിളും ഉണ്ടാകും. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാവാൻ സാധ്യതയുണ്ട്. സാധ്യതയല്ല, തെറ്റാണ്. ഈ പ്രസ്താവന തെറ്റാണ്. ഭയപ്പെടുത്തിയുള്ള അപഹരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന BNSലെ സെക്ഷൻ 308 അത് ശരിയാണ്. 308 എക്സ്റ്റോർഷൻ. ഭയപ്പെടുത്തിയുള്ള അപഹരണത്തിന് ഇംഗ്ലീഷ് എന്താണ്? എക്സ്റ്റോർഷൻ. സ്ഥാവര ജംഗമ വസ്തുക്കൾ ഭയപ്പെടുത്തിയുള്ള അപഹരണത്തിലൂടെ ഒരാൾക്ക് സ്വന്തമാക്കാം. ശരി തന്നെയാണ്. എന്ന് പറഞ്ഞാൽ അപഹരണത്തിലൂടെ സ്ഥാവര വസ്തുവും ജംഗമ വസ്തുവും ഒരാൾക്ക് എന്ത് ചെയ്യാം? സ്വന്തമാക്കാം. ഇതിൽ ശരിയായവ കണ്ടെത്തി എഴുതിയല്ലോ നമ്മൾ. 2ഉം 3ഉം ശരി എന്നുള്ളൊരു ഓപ്ഷൻ വന്നോ? 2ഉം 3ഉം ശരി എന്നുള്ള ഓപ്ഷൻ ഇതാ കിടക്കുന്ന കണ്ടോ? അപ്പോൾ അതാണ് ശരി ഉത്തരം. ക്ലിയർ ആണല്ലോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. ഒരു ക്രിമിനൽ പ്രവൃത്തി പൊതു താൽപ്പര്യത്തിന് വേണ്ടി നിരവധി വ്യക്തികൾ ചെയ്യുമ്പോൾ അത്തരത്തിലുള്ള ഓരോ വ്യക്തിയും ആ പ്രവൃത്തി ചെയ്തതുപോലെ തന്നെ ബാധ്യസ്ഥരാണെന്ന് പറയുന്ന വകുപ്പേത്? എന്ന് പറഞ്ഞാൽ ഒരു ക്രിമിനൽ കുറ്റം ചെയ്തപ്പോൾ ആ കൂട്ടത്തിലുണ്ടായിരുന്ന ഓരോ വ്യക്തിയും അതിൽ ബാധ്യസ്ഥനാണ് എന്ന് പറയുന്ന സെക്ഷൻ ഏത് എന്ന് ചോദിച്ചാൽ, സെക്ഷൻ ഏതാണെന്ന് ചോദിച്ചാൽ സെക്ഷൻ 3 Clause 5 ആണ്. BNSൽ നമ്മൾ പഠിച്ചതാണ്. ഇന്ന് കവർച്ച പറഞ്ഞപ്പോൾ ഇത് ഞാൻ പറഞ്ഞതുമാണ്. 3 Clause 5 ഏതാണ്? ഒരു കൂട്ടം ആൾക്കാർ ചെയ്യുമ്പോൾ മുഴുവൻ പേരും ആ കുറ്റത്തിന് ബാധ്യസ്ഥരാണ്. അടുത്തതിലേക്ക് പോകുന്നു.
കുറ്റസമ്മതം അസ്വീകാര്യമായി കണക്കാക്കുന്നതിന് മുൻപ് അവ പ്രേരണ, ഭീഷണി, നിർബന്ധം അല്ലെങ്കിൽ വാഗ്ദാനത്തിലൂടെ നേടിയ ഒരു കുറ്റസമ്മതം തുടങ്ങിയ ഘടകങ്ങൾ സ്വാധീനിച്ചിട്ടുണ്ടോ എന്ന് നിർണ്ണയിക്കേണ്ടത് ആരാണ്? അപ്പോൾ ഇവിടെ കുറ്റസമ്മതം അസ്വീകാര്യമായി കണക്കാക്കുന്നത് എങ്ങനെ എന്ന് ചോദിച്ചാൽ, അതായത് ഒരാൾ കുറ്റം സമ്മതിക്കാൻ വരികയാണ്. കുറ്റം സമ്മതിക്കാൻ വരുന്ന സമയത്ത് ആരാണ് സ്വീകാര്യമല്ലാതാക്കുന്നത്? എങ്ങനെയാണ്? അത് പ്രേരണയിലൂടെയാണോ അയാൾ പറയുന്നത്? അത് ഭീഷണിയിലൂടെയാണോ അയാൾ പറയുന്നത്? അതോ മറ്റെന്തെങ്കിലും കൂടെയാണോ പറയുന്നത്? നമ്മൾ BSA പ്രകാരമാണിത്. ഭാരതീയ സാക്ഷ്യ അധീനിയത്തിലെ 22ാമത്തെ വകുപ്പ് ഒന്ന് പഠിച്ചു നോക്കുക. ഞാൻ പറയുന്ന വകുപ്പ് ഒന്നുകൂടെ പോയി വായിച്ചിട്ട് ഈ ക്വസ്റ്റ്യൻ കാണണം കേട്ടോ. ഭാരതീയ സാക്ഷ്യ അധീനിയത്തിലെ 22ാമത്തെ വകുപ്പിൽ പറയുന്നത് എന്താണ്? എപ്പോഴാണ് ആരാണിത് ചെയ്യുന്നത്? ആൻസർ കോടതിയാണ്. വേറെ ആർക്കും ഇതിനുള്ള അധികാരമില്ല. കോടതിക്കാണ് കുറ്റസമ്മതം കേൾക്കുവാനും അതിനുള്ള പരിഹാരം പറയുവാനുള്ള അവകാശമുള്ളത് എന്ന് ഓർമ്മിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, പോലീസ് സേവനങ്ങൾ ലഭിക്കുന്നതിനുള്ള ജനങ്ങളുടെ അവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന കേരള പോലീസ് ആക്ടിലെ സെക്ഷൻ ഏത്? അതായത് പോലീസിന് കാര്യക്ഷമമായ പോലീസ് സേവനങ്ങൾ ലഭിക്കണം. കാര്യക്ഷമമായ പോലീസ് സേവനത്തിലുള്ള ജനങ്ങളുടെ അവകാശം കേരള പോലീസ് ആക്ടിലെ ഏത് വകുപ്പ്? നമുക്കറിയാം കേരള പോലീസ് ആക്ട് എത്രയാണ്? 2011 എന്ന് പറയും അല്ലേ? KP ആക്ട് 2011 എന്ന് നമ്മൾ പറയുന്നു. ഈ KP ആക്ട് 2011 നമ്മൾ ആദ്യം പഠിക്കുന്നത് ഇതിനകത്ത് 131 വകുപ്പുകളും 8 ചാപ്റ്ററും ഉണ്ടെന്ന് പറയുന്നു. ഇതിനകത്ത് സെക്ഷൻ 7 ഇതിൻ്റെ ആൻസർ. എന്താണ്? പോലീസ് സേവനങ്ങൾ ലഭിക്കുന്നതിനുള്ള ജനങ്ങളുടെ അവകാശത്തെ പറ്റി പറയുന്നത് 7. ഇനി 8നെ കുറിച്ച് പറയുകയാണെങ്കിൽ 8 എന്താണെന്ന് ചോദിച്ചാൽ പോലീസ് സ്റ്റേഷനിൽ നിന്നും എന്തെല്ലാം അവകാശങ്ങൾ ജനങ്ങൾക്ക് കിട്ടണമെന്നാണ്. ഇവിടെ പോലീസ് സ്റ്റേഷൻ എന്നൊരു വാക്ക് വന്നിട്ടില്ല. അതാണ് സംശയം വരരുതെന്ന് പറയുന്നത്. ചിലർ ചോദിക്കും 8 എന്താണെന്ന് ചോദിക്കും. അതുകൊണ്ട് പറയുന്നത് പോലീസ് സേവനങ്ങൾ ലഭിക്കാൻ 7ഉം പോലീസ് സ്റ്റേഷനിൽ നിന്ന് എന്തെല്ലാം അവകാശം ലഭിക്കണം എന്ന് പറയുന്ന സെക്ഷൻ ഏതാണ്? അത് 8ഉമാണെന്നറിയാം. അപ്പോൾ ഇതിൻ്റെ ആൻസർ 7ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, നർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് ആക്ടിലെ ആകെ വകുപ്പുകളുടെ എണ്ണം എത്ര? അപ്പോൾ നർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് ആക്ടിലെ ആകെ വകുപ്പുകളുടെ എണ്ണം എത്ര എന്ന് ചോദിച്ചാൽ, അതായത് NDPS ആക്ട് 1985 ആണ്, നമുക്കറിയാം അല്ലേ? ഇതിനകത്ത് വകുപ്പുകളുടെ എണ്ണം ചോദിച്ചാൽ 83 ശരി ഉത്തരം. 83 വകുപ്പുകൾ. നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് ആക്ടിലെ വകുപ്പുകളുടെ എണ്ണം 83 എന്ന് പഠിച്ചോളുക. 83. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, പോക്സോ, പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷുവൽ ഒഫൻസസ് ആക്ട്. പോക്സോ നിയമപ്രകാരം കുട്ടികളായി കണക്കാക്കപ്പെടുന്നത് ആരെ എന്ന് എല്ലാവർക്കും അറിയാം. ആരെയാണ് കുട്ടികളായി കണക്കാക്കുന്നത്? അത് 18 വയസ്സിൽ താഴെയുള്ള എല്ലാവരും കുട്ടികളാണ്. ഈ പോക്സോ നിയമം നമുക്കറിയാം 2012 നവംബർ 14 നിലവിൽ വന്നത് അല്ലേ? 2012 നവംബർ 14 കുട്ടികൾക്കെതിരെയുള്ള ലൈംഗിക അതിക്രമവും ലൈംഗിക ആക്രമണവും ലൈംഗിക പീഡനം തുടങ്ങിയവയുടെ നിയന്ത്രണത്തിനായിട്ട് നിലവിൽ വന്നൊരു നിയമമാണ് ഏത്? പോക്സോ നിയമം 2012 എന്നറിയുക. പോക്സോ 2012, അത് 18 വയസ്സിന് താഴെയുള്ളതാണ് കുട്ടികളെന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, പോലീസ് ഉദ്യോഗസ്ഥരുടെ പെരുമാറ്റത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന കേരള പോലീസ് ആക്ടിലെ സെക്ഷൻ ഏതെന്ന് ചോദിച്ചാൽ, വളരെ ഇമ്പോർട്ടൻ്റ് ആയ സെക്ഷനാണ്. നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കേരള പോലീസ് ആക്ടിൻ്റെ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ അല്ലേ? അപ്പോൾ അതൊന്നുകൂടെ കണ്ടിട്ട് വരിക കേട്ടോ. നമ്മുടെ ചാനലിൽ ഉണ്ടാവും, അതൊന്ന് കണ്ടിട്ട് വരിക. അപ്പോൾ സെക്ഷൻ 29 പോലീസ് ഉദ്യോഗസ്ഥരുടെ പെരുമാറ്റത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന കേരള പോലീസ് ആക്ടിലെ സെക്ഷനാണ് 29. പെരുമാറ്റം എന്തൊക്കെയാണ്? പോലീസിൻ്റെ പെരുമാറ്റം എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയണം? പോലീസിൻ്റെ പെരുമാറ്റത്തിൽ എങ്ങനെയായിരിക്കണം? ആൾക്കാരോട് എങ്ങനെ പെരുമാറണം? സഭ്യതയോടും മാന്യതയോടും പെരുമാറണം. അവസരോചിതമായ ഇരകളോട് എന്ത് കാണിക്കണം? സഹാനുഭൂതി കാണിക്കണം, ദയവ് കാണിക്കണം. അതുപോലെ അനാവശ്യമായി എടുത്തുചാട്ടം പാടില്ല. അനാവശ്യമായ ബലപ്രയോഗം നടത്തുമെന്ന് ഭീഷണിപ്പെടുത്താനോ പാടില്ല. അങ്ങനെ കുറേ കാര്യങ്ങളാണ് പെരുമാറ്റത്തിൽ വരുന്നത് അല്ലേ? അതുപോലെ കസ്റ്റഡിയിലിരിക്കുന്ന വ്യക്തികളോട് മാന്യതയോട് പെരുമാറണം. പൊതുസ്ഥലത്ത് പ്രത്യക്ഷപ്പെടുമ്പോൾ ശാരീരികമായി സുസജ്ജരായിട്ടും വൃത്തിയോടും കാണണം, പ്രത്യക്ഷപ്പെടണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇവിടെ പറയുന്നു. ഏതാണ്? പോലീസിൻ്റെ പെരുമാറ്റം, സെക്ഷൻ 29. അടുത്ത സെക്ഷൻ, പോക്സോ നിയമത്തിലെ സെക്ഷൻ 23 പരാമർശിക്കുന്നത്
പോക്സോ നിയമത്തിലെ സെക്ഷൻ 23 എന്താ പറയുന്നത്? പോക്സോ നിയമത്തിൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് എന്താണ്? ശിശു സൗഹാർദ്ദ നടപടികൾ. പോക്സോ നിയമത്തിൽ സ്പെഷ്യൽ കോടതികൾ വരുന്നതോടൊപ്പം എന്തുകൂടെ പറഞ്ഞു? ശിശു സൗഹാർദ്ദ നടപടികളെക്കുറിച്ചുകൂടെ പറഞ്ഞു. അപ്പോൾ അവിടെ പറയുന്നത് ലൈംഗിക പീഡനത്തിനുള്ള ശിക്ഷയാണോ, കുറ്റം ചെയ്യാനുള്ള പ്രേരിപ്പിക്കലാണോ, വ്യാജ വിവരങ്ങൾക്കുള്ള വ്യാജ പരാതികൾക്കുള്ളതാണോ, മാധ്യമങ്ങൾക്കുള്ളതാണോ എന്നറിയാം. അവിടെ നമ്മൾ ഓരോ സെക്ഷനും ഞാൻ പറഞ്ഞുതരാം. ഈ എഴുതിയിരിക്കുന്ന ഓരോ സെക്ഷനും കുറ്റം ചെയ്യാനുള്ള പ്രേരിപ്പിക്കൽ എന്ന് പറഞ്ഞാൽ അത് 16ാമത്തെ സെക്ഷനാണ്. ഇവിടെ ചോദിച്ച 23 ലൈംഗിക പീഡനത്തിനുള്ള ശിക്ഷ 12 പറയുന്നത്. വ്യാജ വിവരങ്ങൾക്കും വ്യാജ പരാതികൾക്കുമുള്ളത് 22 പറയുന്നത് എങ്കിൽ മാധ്യമങ്ങൾക്കുള്ള നടപടിക്രമമാണ് സെക്ഷൻ 23. അപ്പോൾ ശരി ഉത്തരം ഏതാണ്? ഓപ്ഷൻ ഡി ആണ്, മാധ്യമങ്ങൾക്കുള്ള നടപടിക്രമം എന്ന് ഓർമ്മിക്കുക. അപ്പോൾ പോക്സോ നിയമത്തിലെ സെക്ഷൻ 23 പരാമർശിക്കുന്നത് മാധ്യമങ്ങൾക്കുള്ള നടപടിക്രമമാണ്. ഓർമ്മിക്കുക. ക്ലിയർ ആണ്? 23. അതിൽ തന്നെ നമ്മൾ പറഞ്ഞല്ലോ, ആ മാധ്യമത്തിലെ ഒരു പത്രാധിപർ അല്ലേ, അതിലെ ഒരു എഡിറ്റർ മുതൽ ആ ജീവനക്കാർ മുഴുവനും ആ വ്യാജ വാർത്തയ്ക്കുള്ള ശിക്ഷയ്ക്ക് അർഹരാണ്. അടുത്ത ക്വസ്റ്റ്യൻ, അഖിൽ അയൽവാസിയുടെ തീ പിടിച്ച വീട് തകർത്ത് കുടുങ്ങിയോ കുട്ടിയെ എന്ത് ചെയ്യുന്നു? രക്ഷിക്കാൻ സഹായിച്ചു. ഇവിടെ അഖിൽ വാതിൽ തകർത്തതിനും അതിക്രമിച്ച് കയറിയതിനും കുറ്റക്കാരനാകില്ല എന്ന് പറയുന്ന വകുപ്പ് ഏത്? അതായത് അഖിൽ എന്ത് ചെയ്യുന്നറിയാമോ? ഒരു വീട് തീ പിടിച്ചു. ആ തീ പിടിച്ച വീടിനകത്ത് കയറി അതിനകത്തുള്ളൊരു കുട്ടിയെ എന്ത് ചെയ്തു? രക്ഷിച്ചു. ഓക്കെ, അപ്പോൾ ഈ രക്ഷിച്ചപ്പോൾ അവിടെ നടന്ന കുറ്റം എന്തെന്നോ അല്ലെങ്കിൽ കുറ്റക്കാരനല്ല എന്ന് പറയുന്നത് നമുക്ക് നോക്കാം. നമ്മൾ BNS നമ്മൾ പഠിച്ചിട്ടുണ്ട് 14 മുതൽ 44 വരെയുള്ള വകുപ്പുകൾ എന്താണ്? പൊതുവായ ഒഴിവാക്കലുകളിൽ വരുന്നതാണ്. പൊതുവായ ഒഴിവാക്കലുകൾ അല്ലെങ്കിൽ ജനറൽ എക്സെപ്ഷൻസ് അല്ലെങ്കിൽ എന്താണ് അല്ലേ? അപ്പോൾ അവിടെ സാമാന്യമായ അപവാദങ്ങളെന്നും പറയുന്നുണ്ട്. അവിടെയാണെങ്കിൽ ഇവിടെ അഖിൽ കുറ്റക്കാരനാണോ അല്ലയോ എന്ന് നമുക്ക് നോക്കാം. കാരണം അഖിൽ നല്ലൊരു കാര്യമല്ലേ അവിടെ ചെയ്തത്, കാരണം കുടുങ്ങിയ കുട്ടിയെ രക്ഷിക്കുകയല്ലേ ചെയ്തേ. അപ്പോൾ അത് എന്താണ്? ഒരു വലിയ അപകടം ഒഴിവാക്കാൻ വേണ്ടി ചെയ്ത പ്രവൃത്തി കാരണം മറ്റൊരു കാര്യം ചെയ്യേണ്ടി വന്നു, മറ്റൊരു കുറ്റം ചെയ്യേണ്ടി. ഇപ്പോൾ ഉദാഹരണം ഉണ്ടോ? അല്ല, തീ പിടിച്ച വീട് എന്താണ് തകർത്ത് കുടുങ്ങിയോ കുട്ടിയെ രക്ഷിച്ചു. തീ പിടിച്ച വീടിനെ അഖിൽ എന്ത് ചെയ്തു? അടിച്ച് തകർത്തു. അപ്പോൾ അടിച്ച് തകർക്കുന്നത് ഒരു കുറ്റമാണ്. പക്ഷേ എന്തിനു വേണ്ടി തകർത്തു? മറ്റൊരു നല്ല കാര്യം ചെയ്യാൻ വേണ്ടി തകർത്തു എന്ന് പറഞ്ഞാൽ അത് ഏതാണ്? സെക്ഷൻ ഏതാണ്? സെക്ഷൻ ഏതാണെന്ന് നോക്കി. 22 വരുമോ, 15 വരുമോ, 19 വരുമോ, 14 വരുമോ എന്ന് ചോദിച്ചാൽ അവിടെ ഓർക്കേണ്ടത് 19 ആണ് ശരി ഉത്തരം. കാരണം എന്താ? ഒരു അപകടം ഒഴിവാക്കാൻ വേണ്ടി ചെയ്ത പ്രവൃത്തി കാരണം മറ്റൊരു കുറ്റകരമായി തീർന്നെങ്കിൽ അത് കുറ്റകരമല്ല. അതാണ് സെക്ഷൻ 19. പഠിച്ചു അല്ലെങ്കിൽ വായിച്ചു കേട്ടോ. ഞാൻ ഈ പറയുന്ന സെക്ഷൻ ഒന്നുകൂടെ വായിച്ചു നോക്കണം. ഇനി BSA ഭാരതീയ സാക്ഷി അധിനിയം 2 Clause D പ്രകാരം ഇലക്ട്രോണിക് റെക്കോർഡ് എന്ന വിഭാഗത്തിൽ വരുന്നത് ഏത്? BSA 2 Clause സ്മോൾ ഡി എന്ന് പറഞ്ഞാൽ ഡോക്യുമെൻ്റ് അല്ലെങ്കിൽ രേഖ എന്നാണ്. ഡോക്യുമെൻ്റ് അല്ലെങ്കിൽ രേഖ. ഇതിൽ വരുന്നത് ഏതൊക്കെയെന്നാണ് ചോദിച്ചത്. അതായത് ഇതിൽ കണ്ടോ എന്തൊക്കെയാണ്? ഇമെയിൽ വരുമോ, സെർവർ ലോഗുകൾ വരുമോ, കമ്പ്യൂട്ടറുകൾ, ലാപ്ടോപ്പ്, സ്മാർട്ട് ഫോൺ, മെസ്സേജ് സന്ദേശം, വെബ്സൈറ്റ്, വോയിസ് മെയിൽ എല്ലാം വരുമോ എന്നാണ് ചോദിച്ചത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്കൊരു നോക്കാം. എന്തൊക്കെയാണ് 2 Clause D രേഖകളുമായി വരുമ്പോൾ? എല്ലാം വരും ഉൾപ്പെടെ ഇലക്ട്രോണിക്സ് രൂപത്തിലുള്ള എല്ലാം രേഖകളാണ്. ഇലക്ട്രോണിക്സ് രൂപത്തിലുള്ള എല്ലാം രേഖകളാണ് എന്നാണ് അവിടെ വരുന്ന ആൻസർ. എന്താണ്? ഇവയെല്ലാം എന്നാണ് ആൻസർ. എന്താണ്? ഇവയെല്ലാം രേഖകളായിട്ട് എടുക്കാം നമുക്ക്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, BNS 20ാം വകുപ്പ് എത്ര വയസ്സ് വരെയുള്ള കുട്ടികൾ ചെയ്യുന്ന കുറ്റകൃത്യങ്ങൾക്കാണ് പൂർണ്ണമായും ഇളവ് നൽകുന്നത്? എത്ര വയസ്സ് വരെയുള്ള കുട്ടികൾക്കാണ് പൂർണ്ണമായും ഇളവ് നൽകുന്നതെന്ന് ചോദിച്ചാൽ എത്ര വയസ്സാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 7 വയസ്സിന് താഴെയുള്ളവർ എന്നാണ് അർത്ഥം. 7 വയസ്സിന് താഴെയുള്ളവർ. അപ്പോൾ 7 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ ചെയ്യുന്ന യാതൊന്നും കുറ്റമല്ല. BNS സെക്ഷൻ 20. ഇതിന് മറ്റൊരു വാക്ക് ഞാനിവിടെ എഴുതിയിരും, അത് ഓർത്തോളണം. ഡോളി ഇൻകപ്പാക്സ് എന്നൊരു വാക്ക് ഓർമ്മിച്ചോളണം. ഡോളി ഇൻകപ്പാക്സ് എന്നൊരു പദം നിങ്ങൾ നന്നായിട്ട് ഓർമ്മിച്ച് വയ്ക്കണം. കാരണം ഈ ഒരു പദം കാരണമാണ് 7 വയസ്സിന് താഴെയുള്ള കുട്ടികൾ ചെയ്യുന്ന കാരണം എന്താ? അവർക്ക് അതിനുള്ള കഴിവില്ല. 7 വയസ്സിന് താഴെയുള്ള കുട്ടിക്ക് അറിഞ്ഞുകൊണ്ട് ഒരു കുറ്റം ചെയ്യാനുള്ള കഴിവില്ല എന്നറിയുക. അതാണ് സെക്ഷൻ 20 എന്നറിയുക. അടുത്ത ക്വസ്റ്റ്യൻ, കൊക്കൈൻ, മോർഫിൻ, ഡൈ അസറ്റൈൽ മോർഫിൻ എന്നീ ലഹരി പദാർത്ഥങ്ങളെയോ
മയക്കുമരുന്നോ ഉപയോഗിച്ചാൽ NDPS ആക്ടിലെ സെക്ഷൻ 27 പ്രകാരം നമുക്കറിയാം സെക്ഷൻ 27 എന്താ NDPSയുടെ സെക്ഷൻ 27 എന്താണ് NDPS 27 എന്ന് വെച്ചാൽ ഈ കൊക്കൈന്, മോർഫിൻ, ഡൈഅസറ്റൈൽ മോർഫിൻ അതുപോലെ തന്നെ കേന്ദ്ര സർക്കാർ ഗസറ്റിൽ വിജ്ഞാപനം ചെയ്ത കൂടിയ മറ്റ് സാധനങ്ങളോ ഉപയോഗിച്ചാൽ എത്ര ശിക്ഷ കിട്ടുമെന്ന് പറഞ്ഞു. ശിക്ഷ എന്ന് പറഞ്ഞാൽ എത്രയാ? 6 വർഷമാണോ, 3 വർഷമാണോ, 6 മാസമാണോ, 1 വർഷം? ആൻസർ ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം. എന്താണ്? 1 വർഷം വരെ കഠിന തടവോ 20,000 രൂപ വരെ പിഴയോ കിട്ടും. 1 വർഷം വരെയുള്ള കഠിന തടവോ 20,000 രൂപ വരെയുള്ള പിഴയോ രണ്ടും കൂടിയോ ലഭിക്കാം. അതുപോലെ തന്നെ ഇതിൻ്റെ പകുതി അല്ലേ, ഇതല്ലാത്ത മറ്റു വസ്തുക്കൾ ഉപയോഗിച്ചാൽ ഇതിൻ്റെ പകുതി ശിക്ഷയാണ് 6 മാസം വരെ തടവോ എത്രയാണ് 5,000 അല്ലെ 10,000 രൂപ വരെ കിട്ടാം. ഇതെത്രയാണ്? 1 വർഷം വരെ കഠിന തടവോ 20,000 രൂപയാണെങ്കിൽ മറ്റത് 6 മാസവും 10,000 രൂപയാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നല്ലൊരു ക്വസ്റ്റ്യനാണ് കേട്ടോ. ഇത് പ്രീവിയസ് ക്വസ്റ്റ്യനാണ്. ഇസഡ് കടന്നു പോകാൻ അവകാശമുള്ള ഒരു പാതയെ എ തടസ്സപ്പെടുത്തുന്നു. എന്നാൽ പാത തടയാൻ തനിക്ക് അവകാശമുണ്ടെന്ന് എ നല്ല രീതിയിൽ വിശ്വസിക്കുന്നില്ല. അപ്പോൾ അതുവഴി കടന്നു പോകുന്നത് ആര് തടസ്സപ്പെടുന്നു? ഇസഡ് അതുവഴി കടന്നു പോകുന്നത് തടസ്സപ്പെടുന്നു. ഇവിടെ എ എന്ത് കുറ്റം ചെയ്തിരിക്കുന്നു എന്നാണ് ചോദിച്ചത്. അവിടെ കണ്ടോ, ഇസഡിനെ ഒരാൾ മനഃപൂർവ്വം എന്ത് ചെയ്യുന്നു? ഇസഡിനെ ഒരാൾ എന്ത് ചെയ്യുന്നു? തടസ്സപ്പെടുത്തുന്നു. ഞാൻ ആദ്യമേ പറഞ്ഞ ഒരു ക്വസ്റ്റ്യൻ, നമ്മൾ ഒരാളിനെ കെട്ടിടത്തിൽ പൂട്ടിയിടുന്നൊരു ക്വസ്റ്റ്യൻ പഠിച്ചിട്ടുണ്ടായിരുന്നില്ലേ? അപ്പോൾ അവിടെ പറഞ്ഞതാണ് തടസ്സപ്പെടുത്തുക എന്ന വാക്കിൻ്റെ മറ്റൊരു വാക്ക് നിയന്ത്രണപ്പെടുത്തുക എന്നും തടഞ്ഞു വയ്ക്കുക എന്നൊരു വാക്കിൻ്റെ മറ്റൊരു വാക്ക് പരിമിതപ്പെടുത്തുക എന്നുമാണ്. ശരി ഉത്തരം തടസ്സപ്പെടുത്തുകയല്ലേ? അപ്പോൾ ആൻസർ ഏതാണ്? ഓപ്ഷൻ എ ആണ്. നിയന്ത്രണപ്പെടുത്തുക എന്ന് പഠിക്കുക. നിയന്ത്രണപ്പെടുത്തുക മറ്റൊരു വാക്കാണ്. അപ്പോൾ ഒരാളുടെ പാതയിലേക്ക് പോകുന്നത് മനഃപൂർവ്വം ചെയ്താൽ അത് നിയന്ത്രണപ്പെടുത്തുക എന്ന് അറിയുക. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ, ബൈക്ക് യാത്രികർ ഒരു സ്ത്രീയെ ആക്രമിച്ച് അവരുടെ കൈവശമുള്ള സ്വർണം ബലമായി പിടിച്ചെടുത്താൽ യാത്രികർ ചെയ്യുന്ന കുറ്റമെന്ത്? അപ്പോൾ ബൈക്ക് യാത്രികർ വന്നിട്ട് ഒരു സ്ത്രീയുടെ സ്വർണം എന്ത് ചെയ്യുന്നു? ബലമായി പിടിച്ചെടുക്കുകയാണെങ്കിൽ അവിടെ നിന്ന് കുറ്റം ഒന്നുമില്ല. എന്താണ്? ബലമായി പിടിച്ചെടുക്കുകയല്ലേ? എന്താണ്? കവർച്ചയാണ് ആൻസർ. കവർച്ചയാണ്, അവിടെ മോഷണമെന്ന് പറയരുത്. എ എന്ന സർജൻ സതുദ്ദേശത്തോടെ തൻ്റെ രോഗിയോട് പറഞ്ഞു, താങ്കൾ ഇനി ജീവിച്ചിരിക്കാനുള്ള സാധ്യത കുറവാണ്. രോഗി ആ ഞെട്ടലിൽ മരണമടയുകയും ചെയ്തു. അപ്പോൾ എ എന്നൊരു സർജൻ നല്ല ഉദ്ദേശത്തോടെ തൻ്റെ രോഗിയോട് പറഞ്ഞു, താങ്കൾ ഇനി അധികകാലം എന്ത് ചെയ്യില്ല, ജീവിച്ചിരിക്കില്ല എന്ന് പറഞ്ഞു. ആ ഞെട്ടലിൽ എന്ത് ചെയ്യുന്നു? രോഗി മരണപ്പെടുന്നു. ഇവിടെ നടന്ന കുറ്റം എന്ത് എന്നാണ് ചോദിച്ചത്. നമുക്ക് നോക്കാം. എന്താണ്? എ തെറ്റുകാരനാണ്, കാരണം അദ്ദേഹം പ്രസ്തുത സംഭാഷണം ഒഴിവാക്കണമായിരുന്നു. എ തെറ്റുകാരനല്ല, കാരണം അദ്ദേഹം തൻ്റെ കടമ ശരിയാംവിധം ചെയ്തു. എ തെറ്റുകാരനല്ല, കാരണം അദ്ദേഹം രോഗിക്ക് യാതൊരുവിധ പ്രതീക്ഷകളും നൽകിയില്ല. ബി ആൻഡ് സി. ആൻസർ എന്താണ്? എ തെറ്റുകാരനല്ല. എന്തുകൊണ്ടാണ്? ഡോക്ടർ അദ്ദേഹത്തിൻ്റെ കടമയാണ് ചെയ്തത്. ആ ഞെട്ടലിലാണ് രോഗി മരണപ്പെട്ടത്. അപ്പോൾ എ തെറ്റുകാരനല്ല, കാരണം അദ്ദേഹം തൻ്റെ കടമ ശരിയാംവിധം ചെയ്തു. എ തെറ്റുകാരനല്ല, കാരണം അദ്ദേഹം രോഗിക്ക് യാതൊരുവിധ പ്രതീക്ഷകളും നൽകിയില്ല. അപ്പോൾ ആൻസർ ബി ആൻഡ് സി ആണ് കേട്ടോ. എ തെറ്റുകാരനല്ല എന്നാണ് ആൻസർ. എന്താണ്? ബി ആൻഡ് സി ആണ് ശരി ഉത്തരം വരുന്നത്. മനസ്സിലാക്കണം. നമുക്കറിയാമല്ലോ, നല്ല ഉദ്ദേശത്തോടെ നടക്കുന്ന പ്രസ്താവനകളാൽ ആർക്കെങ്കിലും എന്തെങ്കിലും ആപത്ത് വന്നാലും അത് കുറ്റമല്ല എന്ന് നമ്മൾ എക്സെപ്ഷണൽ കേസിൽ പഠിക്കുന്നുണ്ട്. അതുകൂടെ അറിയുക. അടുത്തത്, എ തൻ്റെ ഭാര്യയെ മർദ്ദിക്കുകയും അവൾ ബോധരഹിതയായി താഴെ വീഴുകയും ചെയ്തു. ഭാര്യ മരിച്ചെന്ന് കരുതി അറസ്റ്റ് ഭയന്ന് എ ഭാര്യയെ ഫാനിൽ കെട്ടിത്തൂക്കി. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ തൂങ്ങി മരണം എന്ന് തെളിഞ്ഞു. എങ്കിൽ എ ചെയ്ത കുറ്റമെന്ത്? ഇത് നല്ലൊരു ക്വസ്റ്റ്യനാണ്. കാരണം എ തൻ്റെ ഭാര്യയെ മർദ്ദിക്കുകയാണ് ചെയ്തത്, പക്ഷെ കൊല്ലണമെന്നില്ലായിരുന്നു. പക്ഷെ ഭാര്യ മരിച്ചുപോയി. കാരണം ഇയാളുടെ പ്രവൃത്തി കാരണം മരിച്ചു. പക്ഷേ മരിച്ചെന്നാണ് കരുതിയത്, മരിച്ചില്ല. അവർ ബോധം കെട്ട് വീണു. അപ്പോൾ ഇയാൾ ആ മരിച്ചെന്ന് കരുതി ഫാനിൽ കെട്ടി തൂക്കിയപ്പോൾ അവിടെ വെച്ചാണ് എന്ത് ചെയ്തത്? മരണപ്പെട്ടത്. അപ്പോൾ ഇവിടെ നടന്ന കുറ്റം എന്തെന്നാണ് ചോദിച്ചത്. ഇവിടെ ദേഹോപദ്രവമല്ല, കഠിന ദേഹോപദ്രവമില്ല, കാരണം മരണപ്പെട്ടില്ല അയാൾ. ഇത് രണ്ടിൽ ഏതോ വരും. കൊലപാതകമല്ല, കാരണം എന്താണ്? എക്ക് ഭാര്യയെ കൊല്ലണമെന്ന ഉദ്ദേശം ഇവിടെ ഉണ്ടായിരുന്നു? ഇല്ലായിരുന്നു. മർദ്ദിച്ചാണ് അല്ലേ, മാത്രമല്ല പേടിച്ചിട്ടാണ് ഇയാളെ കെട്ടിത്തൂക്കിയത്. കാരണം എന്താണ്? എന്തെങ്കിലും സംഭവിച്ചോ എന്ന് പേടിച്ചിട്ട്. അപ്പോൾ അത് കുറ്റകരമായ നരഹത്യയാണ് ആൻസർ. എന്നാണ് കുറ്റകരമായ നരഹത്യയിലേക്കാണ് പോകുന്നത്. ഇവിടുത്തെ ഓപ്ഷൻ വെച്ചിട്ട് കുറ്റകരമായ നരഹത്യയിലേക്ക് പോകാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ, ഇസഡുമായി സൗഹൃദത്തിലുള്ള എ എന്ന ആൾ ഇസഡിൻ്റെ അഭാവത്തിൽ ഇസഡിൻ്റെ ലൈബ്രറിയിൽ പോവുകയും അനുവാദമില്ലാതെ ഒരു പുസ്തകം എടുക്കുകയും തൻ്റെ സ്വന്തം ലാഭത്തിനായി ആ പുസ്തകം വിൽക്കുകയും ചെയ്യുന്നുവെങ്കിൽ ഇവിടെ നടന്ന കുറ്റമെന്ന്. അപ്പോൾ ഇസഡുമായി സൗഹൃദത്തിലുള്ള എ, ഇസഡും എ നല്ല സൗഹൃദത്തിലാണ്. പക്ഷേ ഇസഡിൻ്റെ അഭാവത്തിൽ, ഇസഡ് ഇല്ലാത്ത സമയത്ത് എ അവിടെ പോയി ആ സൗഹൃദം വഴി എന്ത് ചെയ്യുന്നു? ഒരു ബുക്ക് എടുത്തുകൊണ്ട് പോകുന്നു, എന്നിട്ട് സ്വന്തം ഉപയോഗത്തിനായി അത് വിൽക്കുന്നു ചെയ്യാൻ.
കണ്ടോ, എങ്കിൽ ഇവിടെ നടന്ന കുറ്റം എന്ത്? മോഷണമല്ല. കാരണം എന്താ? അവിടെ രാത്രി പോയി ആരും അറിയാതെ മോഷ്ടിച്ചതല്ലല്ലോ. വഞ്ചനയാണോ നോക്കാം. കുറ്റകരമായ വിശ്വാസവഞ്ചനയാണോ? വസ്തുവിൻ്റെ കുറ്റകരമായ ദുരുപയോഗമാണോ? അവിടെ നിങ്ങൾ വിശ്വാസവഞ്ചന എന്ന് പറയുമായിരിക്കും, പക്ഷേ അവിടെ വിശ്വാസവഞ്ചന എന്ന് പറയാൻ വേണ്ടി ZAയെ ഒരു ബുക്കും ഏൽപ്പിച്ചിട്ടില്ല. ZAയോട് പറഞ്ഞിട്ടുമില്ല എൻ്റെ ബുക്ക് നീ വന്ന് എടുത്തുകൊണ്ട് പോകണമെന്ന് പറഞ്ഞിട്ടുമില്ല. അതുകൊണ്ട് തന്നെ വിശ്വാസവഞ്ചന അല്ല. പകരം ദുർവിനിയോഗമാണ്, കുറ്റകരമായ ദുരുപയോഗമാണ് നടത്തിയിരിക്കുന്നത്. കുറ്റകരമായ ദുരുപയോഗമാണ് നടത്തിയിരിക്കുന്നതെന്ന് അറിയുക. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം. ഇസഡുമായി സൗഹൃദത്തിലുള്ള എന്നയാൾ ഇസഡിൻ്റെ അഭാവത്തിൽ ഇസഡിൻ്റെ ലൈബ്രറിയിൽ പോവുകയും അനുവാദമില്ലാതെ ഒരു പുസ്തകം എടുക്കുകയും തൻ്റെ സ്വന്തം ലാഭത്തിനായി ആ പുസ്തകം വിൽക്കുകയും ചെയ്യുന്നുവെങ്കിൽ വസ്തുവിൻ്റെ കുറ്റകരമായ ദുരുപയോഗം നടത്തിയിരിക്കുന്നു. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ, BNSS വകുപ്പ് 66മായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏത്? 66മായി ബന്ധമില്ലാത്ത. അവിടെ സമൻസ് കൈപ്പറ്റുന്ന വ്യക്തി സമൻസിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് നൽകേണ്ടതാണ്. അത് സ്വീകരിക്കുന്നത് വീട്ടിലെ മുതിർന്ന വ്യക്തിയാണെങ്കിൽ. അതുപോലെ ബി, സമൻസ് നൽകേണ്ടയാൾ സ്ഥലത്തില്ലെങ്കിൽ വീട്ടിലെ മുതിർന്ന പുരുഷൻ സമൻസ് നൽകണം. സി, മുതിർന്ന വ്യക്തി എന്നതിൽ വീട്ടുജോലിക്കാരൻ ഉൾപ്പെടുന്നില്ല. ഡി, സമൻസ് കൈപ്പറ്റുന്നയാളെ കണ്ടെത്താൻ കഴിയാതെ വരുമ്പോൾ ചെയ്യുന്ന നടപടികളാണ് 66ൽ പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് ബന്ധമില്ലാത്ത പ്രസ്താവനയാണ് ചെയ്യുന്നത്. ബന്ധമില്ലാത്ത. അപ്പോൾ അവിടെ ഓപ്ഷൻ എ ആണ്. സമൻസ് കൈപ്പറ്റുന്ന വ്യക്തി സമൻസിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് നൽകേണ്ടതാണ്. അത് സ്വീകരിക്കുന്നത് വീട്ടിലെ മുതിർന്ന വ്യക്തിയാണെങ്കിൽ. അതുപോലെ മുതിർന്ന വ്യക്തി എന്നതിൽ വീട്ടുജോലിക്കാരൻ ഉൾപ്പെടുന്നില്ല. അതുപോലെ സമൻസ് കൈപ്പറ്റുന്നയാളെ കണ്ടെത്താൻ കഴിയാതെ വരുമ്പോഴാണ് 66 വീട്ടിലെ ആർക്ക് കൊടുക്കുന്നത്. പക്ഷേ ഇവിടെ ഒരു കാര്യം അറിയാം, ഓപ്ഷൻ ബി തെറ്റാണ്. ഓപ്ഷൻ ബി തെറ്റാണ്. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ സമൻസ് നൽകേണ്ടയാൾ സ്ഥലത്തില്ലെങ്കിൽ വീട്ടിലെ മുതിർന്ന പുരുഷൻ എന്നുള്ളത് CRPCയിലായിരുന്നു. BNSS വന്നപ്പോൾ മുതിർന്ന പുരുഷൻ എന്നുള്ള വാക്ക് പോയി പകരം മുതിർന്ന അംഗം എന്നായി മാറി. വീട്ടിലെ മുതിർന്ന അംഗത്തിന് നൽകാം. സമൻസ് നൽകേണ്ടയാളില്ലെങ്കിൽ വീട്ടിലെ മുതിർന്ന അംഗത്തിന് നൽകാം എന്നുള്ള കാര്യം അറിയുക. അപ്പോൾ ബി ആണ് തെറ്റുത്തരം. അടുത്തത്, കുട്ടി എന്നാൽ കണ്ടോ, മുകളിൽ പറഞ്ഞതിൽ ശരിയായവ കണ്ടെത്തുക എന്നാണ്. കുട്ടി എന്നാൽ 10 വയസ്സിന് താഴെയുള്ള ഏതെങ്കിലും ആൾ എന്നർത്ഥമാകുന്നു. അത് സെക്ഷൻ 2 ക്ലോസ് 3. അപ്പോൾ കുട്ടി എന്നാൽ 10 വയസ്സിന് താഴെയാണോ കുട്ടി? 18 വയസ്സിനുള്ള താഴെയാണ് കുട്ടി അല്ലേ? 18 വയസ്സിന് താഴെയുള്ളതാണ് കുട്ടി. അപ്പോൾ ഇത് തെറ്റായ പ്രസ്താവന. ക്ഷതി എന്നാൽ ഏതെങ്കിലും ആൾക്ക്, ക്ഷതി എന്ന് പറഞ്ഞാൽ ഇഞ്ചുറി, എന്തൊക്കെ ഉണ്ടാക്കാം? ശരീരത്തിനോ മനസ്സിനോ. ഖ്യാതി എന്ന് പറഞ്ഞാൽ പ്രശസ്തി എന്നാണ്, അയാളുടെ പ്രശസ്തിക്കോ അല്ലെങ്കിൽ വസ്തുവിനോ നിയമവിരുദ്ധമായി ഉണ്ടാക്കുന്ന ഹാനിയെക്കുറിച്ച് പറയുന്നത് 2 ക്ലോസ് 13-14 പറയുന്നത്. ഓക്കെ. അതുപോലെ ഏകാന്ത തടവ് എന്നാൽ പ്രതിപാദിക്കുന്നത് 11 7 വയസ്സിന് താഴെ പ്രായമുള്ള ഒരു കുട്ടി ചെയ്യുന്ന യാതൊന്നും കുറ്റമാകുന്നതല്ല. സെക്ഷൻ 21 അല്ലാതെ സെക്ഷൻ 20 പറയുന്നത്. സെക്ഷൻ 20 പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? തെറ്റാണെന്നറിയുക. അപ്പോൾ 1, 4 തെറ്റാണ്, അല്ലെങ്കിൽ 2, 3 ശരി എന്നുള്ള ഓപ്ഷൻ നമുക്ക് നോക്കാം. 2, 3 ശരിയാണ് ആൻസർ. ഇത് രണ്ടും ശരിയും ഇത് രണ്ടും തെറ്റും. ഇതിലെ തെറ്റെന്താണ്? ഇതിൽ 18 വയസ്സാക്കണം. ഇതിൽ തെറ്റെന്താണ്? ഇത് സെക്ഷൻ 20 ആക്കണം. ഇത്രയും ക്ലിയർ ആണോ? ഇത്രയും ക്ലിയർ ആണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. പക്ഷേ ഇവിടെ ഈ 21 ആവണമെങ്കിൽ എന്താവണം? 7നും 12നും ഇടയിലാകണം, എങ്കിൽ ആ ക്വസ്റ്റ്യൻ ശരിയാവും. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറഞ്ഞതിൽ തെറ്റായ പ്രസ്താവനകൾ കണ്ടെത്തുക. നോക്കാം. പൊതു അധികാര സ്ഥാനങ്ങളെ രക്ഷണത്തിന് വേണ്ടി സമീപിക്കുവാൻ സമയമുള്ള സംഗതികളിൽ സ്വയരക്ഷാവകാശം ഉണ്ടാകുന്നതാണ്. നമുക്കറിയാം സ്വയരക്ഷാവകാശത്തെ പറ്റി പറയുന്ന സെക്ഷൻ 34 അല്ലേ? സ്വയരക്ഷാവകാശത്തിൻ്റെ പരിധിയിൽ വരുന്ന യാതൊന്നും കുറ്റമാകുന്നതല്ല എന്ന സെൻറ്റൻസ് ഇടയ്ക്കിടയ്ക്കൊന്ന് പറഞ്ഞു നോക്കുക. അടുത്ത സെക്ഷനിൽ പറയുന്നു സ്വയരക്ഷാവകാശം 2 കാര്യത്തിലാണ്. 1 ശരീരത്തിനെതിരെയും പ്രയോഗിക്കാം, 2 വസ്തുവിനെതിരെയും പ്രയോഗിക്കാം അല്ലേ? നമുക്കെതിരെ ആരെങ്കിലും ഉപദ്രവിക്കാൻ വരുമ്പോഴാണ് സാറിന് എന്ത് ചെയ്യുന്നത്? സ്വയരക്ഷാവകാശം പ്രയോഗിക്കുന്നത്. ഇനി ഈ സ്റ്റേറ്റ്മെൻറ്റുകൾ പരിശോധിക്കാം. അതുപോലെ തന്നെ 37ാമത്തെ ഒരു വകുപ്പുണ്ട്. 37ാമത്തെ വകുപ്പ് പൊതു അധികാര സ്ഥാനങ്ങളെ സംരക്ഷണത്തിനായിട്ട് അല്ലെങ്കിൽ രക്ഷണത്തിനായിട്ട് സമീപിക്കുവാൻ സമയമുള്ളപ്പോൾ ഒരിക്കലും എന്തുപയോഗിക്കരുത്? സ്വയരക്ഷാവകാശം ഉപയോഗിക്കരുത്. അതുപോലെ പറഞ്ഞു, ഗവൺമെൻറ് സെർവൻറ്റിനെതിരെ സ്വയരക്ഷാവകാശം ഉപയോഗിക്കരുത്. ഗവൺമെൻറ് സെർവൻറ്റിൻ്റെ നിർദ്ദേശപ്രകാരം ആരെങ്കിലും വന്നാലും അവർക്കെതിരെയും സ്വയരക്ഷാവകാശം ഉപയോഗിക്കരുത്. ഇതാണ് 3 സെൻറ്റൻസുകൾ. അതിലാദ്യം പൊതു അധികാര സ്ഥാനങ്ങളെ രക്ഷണത്തിന് വേണ്ടി സമീപിക്കുവാൻ സമയമുള്ള സംഗതികളിൽ സ്വയരക്ഷാവകാശം ഉണ്ടാകുന്നതാണ്. ശരിയോ തെറ്റോ? ശരിയല്ല, തെറ്റാണ്. കാരണം സ്വയരക്ഷാവകാശം ഇല്ല. കാരണം പൊതു അധികാര സ്ഥാനം നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. കാരണം പോലീസൊക്കെ നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോൾ നമ്മൾ പോയി സ്വയരക്ഷാവകാശം ചെയ്യാൻ പാടുണ്ടോ? ഇല്ല. 2, ചിത്തഭ്രമമുള്ള X Y കൊല്ലാൻ ശ്രമിക്കുന്നു.
എക്സ് യാതൊരു കുറ്റത്തിനും അപരാധിയല്ല. എന്നാൽ ഒയ്ക്ക് എക്സിൻ്റെ ബുദ്ധിക്ക് സ്ഥിരതയുണ്ടായിരുന്നുവെങ്കിൽ തനിക്കുണ്ടാകുമായിരുന്ന സ്വയരക്ഷാവകാശം തന്നെ ഉണ്ടായിരിക്കുന്നതാണ്. എന്ന് വെച്ചാൽ നിങ്ങളെ ഒരു ചിത്തഭ്രമമുള്ള വ്യക്തി ആക്രമിക്കാൻ വരികയാണെന്ന് വിചാരിച്ചോളൂ. ആക്രമിക്കാൻ വരുന്ന സമയത്ത് നിങ്ങൾ എന്ത് പ്രയോഗിക്കരുത് എന്ത് പ്രയോഗിക്കണം? സ്വയരക്ഷാവകാശം പ്രയോഗിക്കണം. ഇല്ലെങ്കിൽ നമ്മുടെ ജീവൻ പോകും. അല്ലേ? നമ്മുടെ ജീവനല്ലേ രക്ഷിക്കണം. അപ്പോൾ നമ്മുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? സ്വയരക്ഷാവശം പ്രയോഗിച്ചേ പറ്റൂ. നമ്മുടെ ഓപ്പോസിറ്റ് വരുന്നത് ചിത്തഭ്രമമുള്ള വ്യക്തിയാണോ നോർമലായിട്ടുള്ള വ്യക്തിയാണോ നമ്മൾ നോക്കേണ്ട ആവശ്യം അവിടെ വരുന്നില്ല. അപ്പോൾ അവിടെ ഓർമ്മിക്കുക. അപ്പോൾ അത് ശരിയായ പ്രസ്താവനയാണ്. ചിത്തഭ്രമമുള്ളവൻ്റെയും മറ്റു കുറ്റകൃത്യത്തിനെതിരായി സ്വയരക്ഷാവശം പ്രതിപാദിക്കുന്നത് സെക്ഷൻ 33 അല്ല 36 അതുകൊണ്ട് തന്നെ ഈ സെക്ഷനും തെറ്റാണ്. 4-ാമത്തത്, മനുഷ്യവാസസ്ഥലമായോ വസ്തു സൂക്ഷിപ്പ് സ്ഥലമായോ ഉപയോഗിക്കപ്പെടുന്ന ഏതെങ്കിലും കെട്ടിടത്തിലോ ജലയാനത്തിലോ തീ മൂലമോ സ്ഫോടക വസ്തു മൂലമോ ഉണ്ടാകുന്ന ദ്രോഹം വസ്തു സംബന്ധിച്ച സ്വയരക്ഷാവകാശം മരണം സംഭവിക്കുന്നതിലേക്ക് നയിക്കുന്നു. നമ്മൾ പറയുന്നു 38, 39, 40 BNSലെ 38, 39, 40 അതുപോലെ 41, 42, 43 ഇത്രയും അവിടെ പറയുന്നത് സ്വയരക്ഷാവകാശം ആരെയൊക്കെ മരണത്തിലേക്ക് നയിക്കാം, എപ്പോഴൊക്കെ മരണത്തിലേക്ക് നയിക്കാം. ഇവിടെ പറഞ്ഞിരിക്കുന്നുണ്ടോ? മനുഷ്യവാസസ്ഥലമായ വെച്ചാൽ ഒരാളിൻ്റെ വീട്ടിൽ മറ്റൊരാൾ തീ കൊണ്ടോ സ്ഫോടക വസ്തു കൊണ്ടോ ഉപദ്രവിക്കാൻ ശ്രമിച്ചാൽ മരണത്തിലേക്ക് നയിക്കാം. നമ്മുടെ വീടോ മറ്റോ നമ്മൾ അപകടം വരുത്തുന്ന രീതിയിൽ ഒരാൾ എന്ത് ചെയ്യുന്നു? കത്തിക്കാൻ വന്നാൽ നമുക്ക് എന്ത് ചെയ്യാം? സ്വയരക്ഷാവകാശം പ്രയോഗിക്കാം. ശരിയായ പ്രസ്താവനയാണ്. അപ്പോൾ തെറ്റായത് ഏതൊക്കെയാണ്? 1, 3 തെറ്റ് എന്നുള്ള പ്രസ്താവനയാണ്. 1, 3 തെറ്റ് എന്നുള്ള പ്രസ്താവന ഓപ്ഷൻ ഡി വരുന്നു. 1, 3 തെറ്റ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. ബലാത്സംഗം പ്രതിപാദിക്കുന്ന സെക്ഷൻ ഏത്? ബലാത്സംഗത്തെ പറ്റി പ്രതിപാദിക്കുന്ന സെക്ഷൻ നമുക്കറിയാം. ബലാത്സംഗം സെക്ഷൻ ഏതാണ്? 63 ബലാത്സംഗത്തിനുള്ള ശിക്ഷ 64. അപ്പോൾ 63 റേപ്പ് അല്ലെങ്കിൽ ബലാത്സംഗം അതിൻ്റെ ശിക്ഷ 64. അതുപോലെ BNS സെക്ഷൻ 4 ഉൾപ്പെടാത്ത ശിക്ഷ ഏതാണ്? BNSൽ 6ഓളം ശിക്ഷ പറഞ്ഞിട്ടുണ്ട് അല്ലേ? 6ഓളം ശിക്ഷ, വധശിക്ഷ അല്ലെങ്കിൽ മരണശിക്ഷ പറയുന്നുണ്ട്, ജീവപര്യന്തം പറയുന്നുണ്ട്, തടവ് പറയുന്നുണ്ട്, പിഴ പറയുന്നുണ്ട്, സാമൂഹ്യ സേവനം പറയുന്നുണ്ട്, വസ്തു കണ്ടുകെട്ടൽ പറയുന്നുണ്ട്. 6 ശിക്ഷ. അപ്പോൾ ഇവിടെ എന്താണ് ഉൾപ്പെടാത്ത ശിക്ഷ എന്ന് ചോദിച്ചാൽ മരണം ഉൾപ്പെടും, ജീവപര്യന്തം ഉൾപ്പെടും, കമ്മ്യൂണിറ്റി സേവനം ഉൾപ്പെടും. അപ്പോൾ ഇതൊന്നുമല്ല എന്നാണ് ആൻസർ. ശരി ഉത്തരം ഇതാണ്. അപ്പോൾ എല്ലാം ഉൾപ്പെടും. ഓക്കെ, ഇത് 3 ഉൾപ്പെടുമാണെങ്കിൽ ഇവയെല്ലാം എന്നല്ലേ, അല്ലെ ഇവയെല്ലാം എന്നാണ് ശരി ഉത്തരം പറയേണ്ടത് അല്ലേ? ഇവയെല്ലാം എന്നാണ് പറയേണ്ടത്. ഇവയെല്ലാം എന്നാണ് പറയേണ്ടത്. ഓക്കെ, ഇതൊന്നുമല്ല എന്നല്ല, ഇവയെല്ലാം ആണ്, ഇവയെല്ലാം അല്ലേ? അപ്പോൾ അങ്ങനെ നമുക്ക് എടുക്കാം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരുന്നു. സ്ത്രീധന മരണവുമായി ബന്ധപ്പെട്ട് മുകളിൽ പറഞ്ഞ പ്രസ്താവന പരിശോധിക്കുക. സ്ത്രീധന മരണത്തിന് കാരണമാകുന്ന ഏതൊരാൾക്കും ജീവപര്യന്തം വരെ ശിക്ഷ ലഭിക്കാൻ കാരണമാകുന്നു. ശരിയോ തെറ്റോ? ശരിയോ തെറ്റോ? ശരിയാണ്. സ്ത്രീധന മരണം നമുക്കറിയാം 80ാമത്തെ സെക്ഷനാണ് സ്ത്രീധന മരണം. അത് ശരിയാണ്. സ്ത്രീധന മരണം പ്രതിപാദിക്കുന്നത് 81-ലല്ല 80-ലാണ്. അതുകൊണ്ട് ഇത് തെറ്റാണ്. ഭർത്താവോ ഭാര്യയോ ജീവിച്ചിരിക്കുന്ന കാലത്തെ വീണ്ടും വിവാഹം കഴിക്കുന്ന സാഹചര്യം ബൈഗാമി എന്ന് പറയും. അത് 82-ൽ തന്നെയാണ്. അത് ശരിയാണ്. ബൈഗാമി. ഒരു സ്ത്രീയുടെ ഭർത്താവോ ബന്ധുവോ അവളെ ക്രൂരതയ്ക്ക് വിധേയമാക്കുന്നതുമായി ബന്ധപ്പെട്ട സെക്ഷൻ 85. ക്രൂരതയുടേതും 85. ക്രൂരതയുടെ നിർവചനം 86-ലുമാണ്. അപ്പോൾ ഇവിടെ പറഞ്ഞു സ്ത്രീധന മരണം അല്ലേ? അപ്പോൾ ഇവിടെ തെറ്റായ പ്രസ്താവന 2 മാത്രമാണ്. 1, 3, 4 ശരി എന്നുള്ള ഓപ്ഷനിലേക്ക് വരുന്നു. ഓപ്ഷൻ ഡി ആണ്. 1, 3, 4 ശരി എന്നാണ്. ഞാൻ വീണ്ടും പറയുന്നു, കണ്ടന്റ് വായിച്ചിട്ട് ക്വസ്റ്റ്യൻ കാണുക, എങ്കിലത് മനസ്സിലാവുള്ളൂ. ഇത് സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമത്തിൻ്റെ ഒരു സെക്ഷനാണ്. എക്സ് വൈരക്കല്ലുകളല്ലെന്ന് തനിക്കറിയാവുന്ന സാധനങ്ങൾ വൈരക്കല്ലുകളാണെന്ന നിലയിൽ പണയം വയ്ക്കുന്നത് വഴി സിയെ ഉദ്ദേശപൂർവ്വം കബളിപ്പിക്കുകയും അതുവഴി കടം കൊടുക്കുവാൻ സിയെ നേരുകേടായി പ്രചോദിപ്പിച്ച് അതിനിടയാക്കുകയും ചെയ്യുന്നുവെങ്കിൽ ഇവിടെ നടന്ന കുറ്റം എന്തെന്നാണ് ചോദിച്ചത്. അതായത് എക്സിനറിയാം ഇത് വൈരക്കല്ലുകളല്ല എന്നിട്ടും അത് വൈരക്കല്ലുകളാണെന്ന വ്യാജേന വൈരക്കല്ല് വെച്ചിട്ട് കുറച്ച് പണം കടം വാങ്ങി പറ്റിച്ചില്ലേ അയാളെ. അപ്പോൾ ഇവിടെ നടന്ന കുറ്റം അത് ദ്രോഹമാണോ? ദ്രോഹമല്ല. ദ്രോഹം എന്ന് പറഞ്ഞാൽ ഒരു വസ്തുവിനെ നശിപ്പിക്കുന്നതാണ് ദ്രോഹം. വിശ്വാസ ലംഘനം എന്ന് നിങ്ങൾ പറയാൻ സാധ്യതയുണ്ട്. കാരണം വിശ്വാസ ലംഘനം വരികയാണെങ്കിൽ വിശ്വസിച്ച് ഏൽപ്പിക്കുന്ന സാധനം തരുന്നില്ല എങ്കിൽ. ഇനി ദുർവിനിയോഗമൊന്നുമല്ല അവിടെ വരുന്നത്, ചതിക്കലാണ്, ചീറ്റിംഗ് ആണ് വരുന്നത്. ആൻസർ എന്താണ്? ചീറ്റിങ്ങിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് തന്നെ എന്താണെന്ന് ചോദിച്ചാൽ ഒരു കപടാനുകരണം നടത്തി ഇത് മറ്റതാണെന്ന് പറ്റിച്ച് ഒന്ന് മറ്റതിനുള്ള സാമ്യം വെച്ച് ഒറിജിനലാണെന്ന് പറഞ്ഞ് ഡ്യൂപ്ലിക്കേറ്റ് കൊടുത്തല്ലേ അത് ചീറ്റിംഗ് ആണെന്നറിയുക. അതാണ് ചീറ്റിംഗ് എന്നറിയുക.
എയുടെ പക്കൽ നിന്ന് സിക്ക് കിട്ടേണ്ട ഒരു കടം തീർക്കുന്നതിന് വേണ്ടി എ തൻ്റെ സ്വത്തുക്കൾ വിധി നടത്തിയെടുക്കാൻ പോകുന്നു എന്നറിഞ്ഞുകൊണ്ട് സിക്ക് കടം തീർന്നു കിട്ടുന്നത് തടയുകയും അങ്ങനെ സിക്ക് നാശനഷ്ടമുണ്ടാക്കുകയും ചെയ്യണം എന്ന ഉദ്ദേശത്തോടു കൂടി എ ആ സ്വത്തുക്കൾ നശിപ്പിക്കുന്നു. എ എന്ത് കുറ്റമാണ് ചെയ്തത്? നിങ്ങൾ ഏതൊരു ക്വസ്റ്റ്യൻ കണ്ടാലും നശിപ്പിക്കുന്നു എന്നൊരു വാക്ക് കണ്ടിട്ടുണ്ടോ? നശിപ്പിക്കുന്നു എന്നൊരു വാക്ക് കണ്ടിട്ടുണ്ടോ? ആൻസർ ദ്രോഹം. വേറെ ഒരു സംശയമുള്ള ആൻസർ എന്താണ്? ദ്രോഹം. വേറെ ഒന്നും നോക്കരുത്. ഒരു വസ്തുവിന് നാശമുണ്ടാക്കുന്നു കണ്ടാൽ ദ്രോഹം എഴുതുക, വേറെ ഒന്നുമില്ല. ഇനി മുകളിൽ പറഞ്ഞ പ്രസ്താവന പരിശോധിക്കുക. അന്യായമായ തടഞ്ഞു വെക്കൽ സെക്ഷൻ 126 പ്രതിപാദിക്കുന്നതിനുള്ള ശിക്ഷ 1 വർഷവും 5000 രൂപയുമാണ്. അപ്പം തടഞ്ഞു വെക്കലല്ല ഇവിടെ, അത് 127 വരുന്നത് കേട്ടോ. ഇനി അന്യായമായ തടസ്സപ്പെടുത്തൽ 126 വരുന്നത്. ഇത് തിരിഞ്ഞു വന്നിരുന്നുവെങ്കിൽ ബാക്കിയൊക്കെ ശരിയായിരുന്നേനെ. ഓക്കെ. ഇനി 143 ആൾ വാണിഭമാണ്, ആൾ മോഷണമല്ല, ആൾ വാണിഭമാണ്. അപ്പോൾ ഈ പ്രസ്താവന തെറ്റാണ്, ഈ പ്രസ്താവന തെറ്റാണ്, ഈ പ്രസ്താവന തെറ്റാണ്. സെക്ഷൻ 138 ആൾ അപഹരണത്തെ പറ്റി പറയുന്നു. മുകളിൽ പറഞ്ഞ പ്രസ്താവന പരിശോധിക്കുന്നതാണ്. ആൾ അപഹരണത്തെ പറ്റി പറയുന്നത് മാത്രം ശരിയാണ് അല്ലേ? ആൾ അപഹരണം 138. അപ്പോൾ 1, 2, 3 അല്ലേ? 1, 2, 3 എന്താണ്? തെറ്റാണ്. അപ്പോൾ പ്രസ്താവനകൾ പരിശോധിക്കാനാണ് പറഞ്ഞത്. 1, 2, 3 തെറ്റാണ്. അപ്പോൾ ഇവിടെ ആൻസർ എന്താണ്? 4 മാത്രം ശരിയെന്നാണ്. അപ്പോൾ ഇവിടെ എന്താണ്? 4 മാത്രം ശരിയാണ് ആൻസർ. അപ്പോൾ എന്താണ്? 4 മാത്രം ശരി. ആൻസർ ഏതാണ്? 4 മാത്രം ശരി എന്നാണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, മരണമൊഴി തെളിവായി സ്വീകാര്യമാകുന്നത് ആരുടെ മുന്നിൽ പ്രസ്താവിക്കുമ്പോഴാണ്? മരണമൊഴി സ്വീകാര്യമാണ്. ആരുടെ മുന്നിൽ പ്രസ്താവിക്കുമ്പോഴാണ് മരണമൊഴി സ്വീകാര്യമാകുന്നത്? എന്താണ് അവിടെ? പോലീസ് ഉദ്യോഗസ്ഥനാണോ, ഡോക്ടറാണോ, മജിസ്ട്രേറ്റ് ആണോ, ഓൾ ദി എബോവ് ആണോ എന്ന് ചോദിച്ചാൽ ആൻസർ ഓൾ ദി എബോവ് ആണ്. എല്ലാവരുടെയും മുമ്പിൽ എന്ത് പറയാം? മരണമൊഴി പറയാം. നമ്മൾ BSA ഭാരതീയ സാക്ഷി അധീനിയത്തിൽ പറയുന്നുണ്ട് അല്ലേ? മരണമൊഴിയുമായി ബന്ധപ്പെട്ട കാര്യമൊക്കെ 26 പറയുന്നുണ്ട് കേട്ടോ. ഇനി ഓരോ പൗരനും കാര്യക്ഷമമായി പോലീസ് സേവനത്തിലുള്ള അവകാശമുണ്ടെന്ന് നമ്മൾ ഒരിക്കൽ പറഞ്ഞ വകുപ്പ് തന്നെയാണ്. സെക്ഷൻ ഏതാണ്? 7 ആണെന്ന് നമുക്കറിയാം. അടുത്ത ക്വസ്റ്റ്യൻ, കേരള പോലീസ് നിയമം 8 ക്ലോസ് 1 പ്രകാരം പൊതുജനങ്ങൾക്ക് പരാതി നൽകുവാൻ പോലീസ് സ്റ്റേഷനിൽ പ്രവേശിക്കാവുന്ന സമയം. നമുക്കറിയാം ഏതൊരു സമയത്തും ഏതൊരു പോലീസ് സ്റ്റേഷനിലും ഏതൊരു പൊതുജനത്തിനും നിയമപരമായി എന്ത് ചെയ്യാം? കയറി ചെല്ലാം. അപ്പോൾ ആൻസർ എന്താണ്? ഏത് സമയത്തും എന്നാണ് ആൻസർ. അതിൽ പ്രത്യേകിച്ച് സമയമൊന്നുമില്ല, ഏത് സമയത്തും കയറി ചെല്ലാം. അടുത്ത ക്വസ്റ്റ്യൻ, ഡ്യൂട്ടിയിലുള്ള പോലീസ് ഉദ്യോഗസ്ഥർ പൊതുജനങ്ങളോട് പാലിക്കേണ്ട കാര്യങ്ങൾ പോലീസ് നിയമപ്രകാരം എന്താണ്? അപ്പോൾ ഡ്യൂട്ടിയിലുള്ള പോലീസ് ഉദ്യോഗസ്ഥർ പൊതുജനങ്ങളോട് പാലിക്കേണ്ട കാര്യങ്ങൾ നിയമപ്രകാരം എന്താണെന്ന് ചോദിച്ചാൽ മര്യാദയും ഔചിത്യവുമാണോ, അവസരോചിതമായ സഹാനുഭൂതിയാണോ, സഭ്യവും മാന്യവുമായ ഭാഷയാണോ, മുകളിൽ പരാമർശിച്ചവയെല്ലാമാണോ? ആൻസർ എയും ബിയും സിയുമാണ്. ആൻസർ എയും ബിയും സിയും ഇവയെല്ലാം എന്നാണ് ആൻസർ. എന്താണ്? ഇവയെല്ലാം. അപ്പോൾ ഡ്യൂട്ടിയിലുള്ള പോലീസ് ഉദ്യോഗസ്ഥർ പൊതുജനങ്ങളോട് പാലിക്കേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ്. മര്യാദയും ഔചിത്യവും വേണം, അവസരോചിതമായ സഹാനുഭൂതി വേണം, സഭ്യവും മാന്യവുമായ ഭാഷയാണ്. ഇവയെല്ലാം എന്നാണ് ശരി ഉത്തരം. അടുത്തത്, കേന്ദ്ര ഗവൺമെൻറ് ഒഫീഷ്യൽ ഗസറ്റിൽ പരാമർശമുള്ള ലഹരി പദാർത്ഥങ്ങൾ കഴിക്കുന്നതിന് NDPS ആക്ടിൽ പറഞ്ഞിട്ടുള്ള പരമാവധി ശിക്ഷ. അപ്പോൾ നമ്മൾ സെക്ഷൻ 27 ആണ്. NDPSലെ സെക്ഷൻ 27 ആണ്. NDPSലെ സെക്ഷൻ 27 പ്രകാരം എന്താണ് എവിടെ പറഞ്ഞിട്ടുള്ള ശിക്ഷ? 1 വർഷമാണോ, 1 വർഷത്തെ സാധാരണ തടവാണോ, 3 വർഷമാണോ, 3 വർഷത്തെ സാധാരണ തടവാണോ എന്ന് ചോദിച്ചാൽ 1 വർഷത്തെ കഠിന തടവും 20,000 രൂപയും എന്നല്ലേ? 1 വർഷത്തെ കഠിന തടവും 20,000 രൂപയും എന്നല്ലേ ആൻസർ? അപ്പോൾ ആൻസർ അതാണെന്ന് അറിയുക. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. സ്വന്തം ഭൂമിയിൽ മറ്റൊരാളെ NDPS ആക്ട് പ്രകാരം കുറ്റം ചെയ്യുവാൻ അനുവദിക്കുന്ന വ്യക്തിക്ക് എന്ത് ശിക്ഷയാണ് ലഭിക്കുന്നത്? അപ്പോൾ സ്വന്തം ഭൂമിയിൽ മറ്റൊരാളെ എന്ത് ചെയ്യുന്നു? കുറ്റം ചെയ്യാൻ അനുവദിച്ചാൽ ഉള്ള ശിക്ഷ എന്താണെന്ന് ചോദിച്ചാൽ അവിടെ ആൻസർ എന്താണ്? ആ കുറ്റത്തിനുള്ള ശിക്ഷ ലഭിക്കും. കാരണം എന്താ? ഇത് 25 പ്രകാരമാണ്. എന്താണ്? കുറ്റകൃത്യം ചെയ്യാനായി വീടും പരിസരവും അനുവദിച്ചാലുള്ള ശിക്ഷയാണ് 25 അതാണ് ഇവിടെ പറഞ്ഞത്. അതേ ശിക്ഷ തന്നെ ലഭിക്കുമെന്ന് അറിയുക. അടുത്തത്, പോക്സോ നിയമപ്രകാരം ലൈംഗിക ചിന്തയോടെ ഒരു കുട്ടിയുടെ ശരീരഭാഗങ്ങളിൽ സ്പർശിക്കുക വഴി ലൈംഗിക അതിക്രമം ചെയ്യുന്ന വ്യക്തിക്ക് ലഭിക്കാവുന്ന കുറഞ്ഞ ശിക്ഷ. അപ്പോൾ നമ്മളിവിടെ ശരീരഭാഗങ്ങളിലേക്ക് സ്പർശിക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ സെക്ഷൻ 7 വരുന്നത് അല്ലെ? സ്പർശിക്കുന്നു, അതിൻ്റെ ശിക്ഷ 8 വരുന്നത്. കാരണം എന്താ? ലൈംഗിക അതിക്രമമായിട്ടാണ് 7 വരുന്നത്, അതിൻ്റെ ശിക്ഷ 8.
അവിടെ 3 മുതൽ 5 വർഷം വരെ എന്നാണ് പറയുന്നത്. 3 മുതൽ 5 വർഷം വരെ. അപ്പോൾ ചോദിച്ചിരിക്കുന്നത് എന്താണ്, കുറഞ്ഞ ശിക്ഷയാണ്. അപ്പോൾ ആൻസർ 3 എന്നല്ലേ ശരി ഉത്തരം. 3 വർഷം വരെ തടവ് എന്നാണ് ശരി ഉത്തരം. ഓർമ്മിക്കുന്നത് 3 വർഷം വരെ തടവ്. അപ്പോൾ ഇതോടുകൂടി നമുക്കറിയാം എന്താണ് നമ്മുടെ ഫസ്റ്റ് PYQ അല്ലെങ്കിൽ എന്താണ് എക്സാം ഓറിയൻറ്റഡുള്ള ക്വസ്റ്റ്യൻ സീരീസ് ഇവിടെ ആരംഭിച്ചിരിക്കുകയാണ്. നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്തു, എല്ലാ മോഡ്യൂളും ടച്ച് ചെയ്തിട്ടുണ്ട്, അത്യാവശ്യം എല്ലാ മോഡ്യൂളും ടച്ച് ചെയ്തിട്ടുണ്ട്. ഇതൊരു തുടക്കം മാത്രമാണ്. ഇനി ഒരുപാട് ക്ലാസ്സുകൾ നിങ്ങൾക്ക് വരാനുണ്ട്. ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ എന്ത് ചെയ്യുക, നമ്മുടെ ബാച്ചുകളെല്ലാം എന്ത് ചെയ്യുക, നിങ്ങൾ ഫോളോ ചെയ്യുക, മാക്സിമം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് എത്തിക്കുക. നമ്മുടെ എന്താണ് എക്സാം സീരീസ് നമുക്കറിയാമല്ലോ, നമ്മുടെ എക്സാം സീരീസ് വർക്കൗട്ട് ചെയ്ത് നിങ്ങൾ പഠിക്കുക. എങ്കിലേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, ക്വസ്റ്റ്യൻ ഡെവലപ്പ് ചെയ്യാൻ പറ്റൂ, നമ്മുടെ കഴിവ് ഡെവലപ്പ് ചെയ്യാൻ പറ്റൂ. ടോപ്പിക്ക് പഠിച്ചിട്ട് എപ്പോഴും എന്ത് ചെയ്യാവൂ, ഈ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യാവും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഇത് യൂസ് ആയെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ ഡൗട്ടുകൾ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കുക. ഓക്കെ, താങ്ക് യു.